نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أحل أمته في هرز ملته كالليث حل مع الأشبال في أجمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മുന്നോട്ട് നോക്കുക. മുന്നോട്ട് താഴോട്ടാണ് നോക്കേണ്ടത്, സ്റ്റേജുമ്മലേക്കല്ല. മുന്നിൽ കസേരയുണ്ടെങ്കിൽ ആ കസേരയിൽ കയറി ഇരിക്കുക. അങ്ങനെ മുന്നിൽ കസേര ഇല്ല എന്ന് ഉറച്ചാൽ നമുക്ക് ഇരിക്കാം. മുന്നിൽ കസേര ഇല്ല എന്ന് ഉറക്കുന്നവരെ ഇരിക്കരുത്. മുന്നിൽ കുറെ കസേര വെറുതെട്ടിട്ട് ആളുകൾ ബേക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും മുന്നിൽ കസേര ആദ്യം ഫില്ല് ചെയ്യുക, എന്നിട്ടേ ഇരിക്കാം. ഏത് സഫും നിസ്കാരത്തിന് സഫ് കെട്ടുമ്പോഴും മുന്നിലെ സഫ് പൂർത്തിയായിട്ടേ അടുത്ത സഫ് കെട്ടാൻ പാടുള്ളൂ. അതുപോലെ ഈ സൈഡിലുള്ള കസേരകൾ, ഈ ഭാഗത്തുള്ള കസേരകൾ ആദ്യം ഫില്ല് ചെയ്യുക. സൈഡിൽ നമ്മൾ കസേരക്ക് വാടക കൊടുക്കുകയും വേണം, വെറുതെ ഇടുകയും ചെയ്യാൻ തന്നെ പഠിച്ചവൻ്റെ അടുക്ക കുറ്റായി പോകും. ബഹുമാനികളെ, വളരെ നേരത്തെ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ തിരുവനന്തപുരം കൊല്ലത്തുനിന്ന് രാവിലെ കോഴിക്കോട്ട് ഇറങ്ങിയിട്ട് മർക്കസിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചക്ക് കണ്ണൂർ ജില്ലയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. റോട്ടുമുള്ള തിരക്ക് പറയണ്ട. അതുകൊണ്ട് ഓടിയിട്ടൊന്നും സമയം എത്രയും ഓടിയിട്ടും വണ്ടി നീങ്ങുന്നില്ല, അത്രയും തിരക്കാണ്. ബ്രിട്ടീഷുകാരെ കാലത്ത് ഉണ്ടാക്കിയ റോഡും അതിന്റെ ശേഷം ഉണ്ടായ വാഹനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സും നമ്മുടെ എല്ലാ സദസ്സുകളും, നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഈ പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ളതും എല്ലാം അർഹമർ റഹീമിനായ റബ്ബ് അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ
അനുസ്മരിക്കുന്ന ഒരു മജ്ലിസാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായും വളരെ സുന്ദരമായും പവിത്രമായും പഠിപ്പിച്ചു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. അവരാണ് സഹാബികൾ. ആ സഹാബികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ആ അംഗീകാരത്തിന്റെ ഒരു ചെറിയ സാമ്പിളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരം കാണുന്നു. നബിതങ്ങൾ അത് ഊരിയെടുത്ത് വലിച്ചൊരേറു കൊടുത്തു. അയഅ്മിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാർ, തീ കഷ്ണം കരുതുകയാണ്. കാരണം ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്വർണവും അതുപോലെ പട്ടും ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്വർണമോതിരം വലിച്ച് എറിഞ്ഞപ്പോൾ കൂടെയുള്ള ചിലരൊക്കെ പറഞ്ഞു, അത് നിങ്ങൾ ധരിച്ചതാണ് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. സ്വർണം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അതുപോലെ സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനും അതുപോലെ സ്ത്രീകൾക്ക് ധരിക്കുന്നതിനും അതിനൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ സ്വർണമോതിരം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾക്കത് വേറെ നിങ്ങൾ ധരിക്കണ്ട, വേറെ ഉപയോഗത്തിന് എടുക്കാം. അദ്ദേഹം പറഞ്ഞു, ലാ ആഖുദുഹു വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു സാധനം ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുകയില്ല. അതാണ് ഉറച്ച ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും ഇല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിച്ച സഹാബികൾ അതാത് കാലഘട്ടങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ച ദീൻ പൂർണ്ണമായും നടപ്പാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ച ആശയം, ആ ആശയത്തിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം കാരുണ്യത്തിന്റെയും സഹകരണത്തിന്റെയും ആശയമാണ്. ആ ദീനിൽ ഒരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികളോടും കാരുണ്യമുള്ള നേതാവാണ്. ആ കാരുണ്യം സർവ്വ ജീവജാലങ്ങൾക്കും വിശാലമാണ്. വെറും കേവലം പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടതിന്റെ പേരിൽ അതിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ദ്രോഹിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പൂച്ചയെയും ഒരു കോഴിയെയും ഒരു പശുവിനെയും ഒരു ഉറുമ്പിനെയും ദ്രോഹിക്കാൻ പാടില്ല. അതേസമയം ഒരു നായക്ക് ഒരാൾ വെള്ളം കോരിക്കൊടുത്തു, അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെട്ടു. യാത്ര പോകുന്ന ഒരു വഴിയിലുള്ള മുള്ളുകൾ ഒരാൾ നീക്കം ചെയ്തു, അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെട്ടു.
ഇങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്യണം, ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. മുസ്ലിമീങ്ങൾ മറ്റു മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം. അങ്ങനെ അവരെ അല്ലാഹുവിന്റെ ദീനിലേക്ക് ആകർഷിപ്പിക്കണം. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ജീവിച്ചു വന്നത്. നീതിക്കും സത്യത്തിനും എവിടെയും വില കൽപ്പിക്കണം. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അവിടുത്തെ പടത്തൊപ്പി നഷ്ടപ്പെട്ടുപോയി. തെരഞ്ഞിട്ടൊന്നും കണ്ടില്ല. പിറ്റേ ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു അമുസ്ലിം സഹോദരന്റെ കയ്യിൽ, ഒരു മജൂസിയുടെ അല്ലെങ്കിൽ യഹൂദിയുടെ കയ്യിൽ ആ പടത്തൊപ്പി കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റേതാണ്, എനിക്ക് തരണം. അദ്ദേഹം പറഞ്ഞു, അല്ല, എന്റേതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിന്റേതാവൂല. കാരണം എന്റേത് നിന്റേതാകണമെങ്കിൽ ഞാൻ നിനക്ക് വിൽക്കണം, ഞാൻ വിറ്റിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ദാനം തരണം, ഞാൻ ദാനം തന്നിട്ടില്ല. പിന്നെ എങ്ങനെ എന്റേത് നിന്റേതാകുക? അതുകൊണ്ട് എന്റെ സാധനം തരണം. ഇയാൾ ഉടനെ പറഞ്ഞു, ബൈനി വ ബൈനക ഖാദിൽ മുസ്ലിമീൻ. നമ്മൾ തമ്മിൽ തർക്കിക്കൊന്നും വേണ്ട. നിങ്ങൾ ഭരണാധികാരിയാണല്ലോ, ഞാൻ നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു പൗരനും. നമുക്ക് കോടതിയിൽ പോകാം. കോടതിയിലെ ജഡ്ജി മഹാനായ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. ജഡ്ജിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന ഭരണാധികാരി സ്വാധീനിക്കുകയില്ലെന്ന വിശ്വാസം അമുസ്ലിം സഹോദരനും ഉണ്ട്. ഈ ഖാദിയായ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക നിയമമനുസരിച്ചല്ലാതെ വിധിക്കുകയില്ല എന്ന വിശ്വാസം അമുസ്ലിമിനുമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനുമുണ്ട്. ഭരണം നടത്തുന്ന ഭരണാധികാരിയാണെങ്കിലും നിയമം കയ്യിലെടുക്കുന്നില്ല. നിയമം കയ്യിലെടുക്കുമ്പോഴാണല്ലോ അരാജകത്വമുണ്ടാകുന്നതും കുഴപ്പങ്ങളുണ്ടാകുന്നതും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കോടതിയിൽ പോയി. കാരണം മഹാനവറുകൾക്കാണ് ഇപ്പോൾ ആക്ഷേപമുള്ളത്. കേസ് ബോധിപ്പിച്ചു. എന്റെ പടത്തൊപ്പി അദ്ദേഹം കൈവശം വെച്ച് തരുന്നില്ല. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിപ്പിച്ചു. പ്രതിയായ അമുസ്ലിം സഹോദരനോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ കുറിച്ച് പറയുന്ന കംപ്ലൈന്റ്? അദ്ദേഹം പറഞ്ഞു, ഈ പടത്തൊപ്പി എന്റേതാണ്. അമീറുൽ മോമിനീൻ ഭരണാധികാരിയെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷെ ഇതെന്താണ്? എന്താണ് തെളിവ്? തെളിവ് എന്റെ കൈവശത്തിലാണ് എന്ന് തന്നെ തെളിവ്. കൈവശം തെളിവാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ജഡ്ജി പറഞ്ഞു, നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു, നിങ്ങൾക്ക് 2 സാക്ഷിയുണ്ടോ, തെളിവുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, എനിക്ക് 2 സാക്ഷി. ആരാണ്? ഒന്ന് എന്റെ മകൻ ഹസൻ, മറ്റൊന്ന് എന്റെ അടിമ ഖംബർ. ജഡ്ജി പറഞ്ഞു, നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു അത് ചില്ലറക്കാരനല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. എല്ലാ സയ്യിദന്മാരുടെയും നേതാവാണ്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ മുഴുവൻ യുവാക്കളുടെയും നേതാവാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. ജഡ്ജി പറഞ്ഞു, നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറഞ്ഞ ഒരാൾ സാക്ഷിക്ക് പറ്റൂലാന്നോ? ജഡ്ജി ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊക്കെ എനിക്കും വിശ്വാസമുണ്ട്, സ്വർഗ്ഗക്കാരൻ തന്നെയാണ്, പക്ഷെ ഈ കേസിൽ പറ്റൂല. കാരണം ഈ കേസ് ബാപ്പയായ നിങ്ങളാണ് അന്യായക്കാരൻ. ബാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ എടുക്കൂല.
നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതിലെടുക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ കുട്ടികൾ കൊണ്ടുവരും. എല്ലാവരും ഞാൻ പറയാതെ തന്നെ വാങ്ങൂന്ന് എനിക്കറിയാം. പിന്നെ അതിങ്ങനെ ഇടക്കിടക്ക് ഓരോരുത്തർ വില ചോദിച്ചിട്ട് സമയം പോണ്ട. അതുകൊണ്ട് ഒരു 20 ഉറുപ്പികയെങ്കിലും കൊടുത്താൽ മതി, മേലെത്രയും കൊടുക്കാം. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ നിങ്ങൾക്കറിയാലോ, 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയില്ലാതെ മുഴുവനും ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും പിടിച്ചടക്കി നമ്മളെ മഖബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് കുറ്റ്യാടി. അവിടെ സ്ഥാപിച്ചതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. അതിന്റെ പ്രചരണത്തിനുള്ളതാണ് കലണ്ടർ. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സുഹൃത്തുക്കളെ, സുഹൈൽ ഖാദി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു നിങ്ങളെ മകനായതുകൊണ്ട്, അല്ലാതെ മഹാനവർക്ക് ബഹുമാനില്ലാഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളുടെ കേസിൽ സാക്ഷിക്ക് പറ്റൂല. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമം എല്ലാവർക്കും ബാധകമാണ്. നിയമത്തിന് വ്യത്യാസമൊന്നുമില്ല. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഓ മജൂസി, പടത്തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു, നീ എടുത്തോ, എനിക്ക് വേറെ സാക്ഷിയൊന്നുമില്ല. എന്തൊരു നല്ല മനസ്സാണ് നിങ്ങൾ നോക്ക്. നമ്മളാണെങ്കിലോ ആ ഹാമുക്കിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു യാസീൻ ഓതുന്നു നേർച്ചയാൻ പറ്റും. ചിലപ്പോ ഒരിക്കലും യാസീൻ ഓതാത്തവരും. അങ്ങനല്ല. പിന്നെ നിയമത്തിന്റെ റൂട്ടിൽ പോകുന്നു. ഞാൻ പാലിക്കുന്നത് സത്യമാണ്, അദ്ദേഹം പറയുന്നത് കളവാണ്. പക്ഷേ അയാൾ ഒരു ഹറാമായ, ഞാൻ പൊരുത്തപ്പെടാത്ത ഒന്ന് അനുഭവിച്ചിട്ട് അദ്ദേഹം ദുഷിച്ചു പോണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു, നീ എടുത്തോ. അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവാൻ. മജൂസി പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, പോകല്ല. എന്തേ? ഈ പടത്തൊപ്പി നിങ്ങളുടേതാണ് എന്നതിന് നിങ്ങളുടെ മകൻ അല്ലാത്ത വേറെ ഒരാള് സാക്ഷിയുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ്. കാരണം എനിക്കറിയാലോ ഇത് നിങ്ങളതാണ്, വീട് പോയപ്പോ ഞാൻ എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ സാക്ഷിയാണ്, ഇത് നിങ്ങളുടേത് തന്നെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു, തന്നത് മടക്കി വാങ്ങൽ ഇല്ല, അതുകൊണ്ട് അത് നീ എടുത്തോ. ഈ മജൂസി പറയാണ്, നിങ്ങളുടെ മതം അതൊരു വല്ലാത്ത മതം തന്നെ, നിങ്ങളെ ആശയം വല്ലാത്ത ആശയം തന്നെ, നിങ്ങളെ ആദർശം വല്ലാത്ത ആദർശം തന്നെ. ഞാൻ കളവ് വാദിച്ചിട്ടും, ഞാൻ കളവ് പറയുന്നവനായിട്ടും നിങ്ങളെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം ഒരാളൊരു കേസ് ബോധിപ്പിച്ചാൽ അനുകൂലമായി സാക്ഷിയെ നിർത്തുമ്പോ അത് സ്വന്തം മകനാകാൻ പാടില്ല എന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമനുസരിച്ച് നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള കോടതിയിലെ ജഡ്ജി നിങ്ങൾക്കെതിരായി വിധി പറയുമ്പോ അദ്ദേഹത്തിനൊരു മടിയും ഇല്ലല്ലോ. ഇസ്ലാമിക നിയമം അനുസരിച്ച് വിധി പറയുമ്പോ അയാൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. നിങ്ങൾക്കതിന്റെ പേരിൽ ആ ജഡ്ജിയോട്, പണ്ഡിതനോട് നിങ്ങൾക്ക് നിങ്ങൾ കുണ്ഠിതപ്പെടുന്നില്ലല്ലോ, നിങ്ങൾക്ക് വെറുപ്പില്ലല്ലോ, നിങ്ങൾ ആ നിയമത്തിന്റെ മുമ്പിൽ വിധേയമാവുകയാണല്ലോ. നിങ്ങളെ മതത്തിൽ ഒരു വർഗീയത കാണുന്നില്ലല്ലോ, ഒരു പക്ഷപാതിത്വം കാണുന്നില്ലല്ലോ. ഇതൊരു വല്ലാത്ത നീതിയുടെ പ്രസ്ഥാനമാണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അമുസ്ലിം സഹോദരൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ നിന്നോട് പറയാ, ഞാൻ നിനക്കൊരു കുതിരനെയും കൂടി തരാം, വെറും പടത്തൊപ്പി മാത്രമല്ല, ഒരു കുതിരയെയും കൂടി അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ പവിത്രത, അത് ഇസ്ലാമിന്റെ നീതിയാണ്.
ഇസ്ലാമിന്റെ സത്യസന്ധതയാണ്, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ജീവിതമാണ്. ആ പരിശുദ്ധ ദീൻ പരിപൂർണമായി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവിടുത്തെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അതേ മകളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞല്ലോ, അതാ അവര് കട്ടാൽ കളവ് നടത്തിയാൽ ഞാൻ കൈമുറിക്കുമെന്ന് പറഞ്ഞല്ലോ. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ കളവ് തീരെ പാടില്ല. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ആരാണ്? അവര് നമുക്കറിയാം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കോഴിക്കോട്ടങ്ങാടിയിൽ നേരത്തെ മുസ്ലിമീങ്ങൾ പള്ളി നിർമ്മിച്ചു. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇവിടെയും മുൻഗാമികൾ പള്ളി നിർമ്മിച്ചു. അതുപോലെ ശാദുലി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അതാ അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ ശിഷ്യഗണങ്ങളും പിൻഗാമികളും പള്ളി നിർമ്മിച്ചു. അത് കട്ടെടുക്കുന്നതിൽ അതാ പുത്തൻവാദികൾക്ക് ഒരു മടിയും തോന്നിയില്ല. ഇവിടെ അങ്ങനെ തന്നെ നടന്നു എന്നാണ് എന്റെ അറിവ്, അല്ലേ? അതെ, സുബ്ഹാനല്ലാഹ്. പലതും കളവ് നടത്തലുണ്ട്. പള്ളി കളവ് നടത്തുക, മുസ്ലിഫ് കളവ് നടത്തുക എന്നൊക്കെ പറഞ്ഞ പിന്നെ അതിന്റെ കഥയെന്ന് പറയാനാ. എന്താണ് കാരണം? അവർക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല, നബി തങ്ങളുടെ ദീനിൽ വിശ്വാസമില്ല, നബി തങ്ങളിലും വിശ്വാസമില്ല. ഇത് ഞാൻ വെറുതെ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് കാണാം മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് 1-ാം തീയതി കൂരിയാട്ടൊരു പരിപാടിയുണ്ട്. അവിടെ വെച്ച് നമുക്ക് ആദർശ പ്രസംഗം അവിടെ വെച്ച് നടത്താം. അന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. 2010 ജൂലൈയിലെ അൽമനാറിൽ അതേ അതിന്റെ 39-ാമത്തെ പേജിൽ മുജാഹിദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇത് മുജാഹിദിന്റെ മുഖപത്രത്തിൽ അൽമനാറിൽ അവരെഴുതി വെച്ച വാചകമാണ്. ആകയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചുപോയി എന്ന് പറയുന്ന ഒരു ടീം, അവരും ഇസ്ലാമും തമ്മിൽ ബന്ധമുണ്ടോ? വെറുതെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ ഔവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിക്ക് സഹായിച്ചാൽ, പുത്തൻവാദിയെ കൂട്ടുപിടിച്ചാൽ, അവനൊത്താശ ചെയ്താൽ, അവൻ അഭയം കൊടുത്താൽ, അവനെ കൂട്ടിപ്പിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ സജ്ജനങ്ങളുടെയും ലഅനത്തുണ്ട്. ഒരു പക്ഷേ മുജാഹിദിനെയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ കൂട്ടുപിടിച്ചാൽ, അവരെ സന്തോഷിപ്പിച്ചാൽ, അവരുടെ കയ്യടി കിട്ടിയേക്കാം, അവരെ പണം കിട്ടിയേക്കാം, അവരുടെ സ്ഥാനം കിട്ടിയേക്കാം. പക്ഷേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ പറയുന്ന അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വ സജ്ജനങ്ങൾ
തങ്ങളുടെയും ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയവനും സുന്നിയായി തന്നെ നിന്നുകൊണ്ട് സുന്നിയല്ലാത്തവനും ഒത്താശ ചെയ്തവരും രണ്ട് കക്ഷിയുടെയും ഫർദോ സുന്നത്തോ ഒരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല, ഖബൂൽ ചെയ്യൂല. ആവർത്തിച്ച് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അതാ സർവ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയായ സർവ പണ്ഡിതന്മാരുടെയും നേതാവായ അതേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ തങ്ങളുടെയും ഉപ്പാപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ ഹദീസിന്റെ വിധങ്ങൾ പറഞ്ഞതായി അതാ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്ന മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ അതേ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും പരമ്പരയിൽ വന്ന വലിയ മഹാനാണല്ലോ. ആ മഹാൻ അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തി വെച്ചില്ലേ, ഫഅലൽ മുഅ്മിനി മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാണ്, ഈമാനുള്ളവന് നിർബന്ധമാണ്, നിങ്ങൾ ഏത് കളറായാലും ഏത് നാടായാലും നിങ്ങൾ ഏത് ഭാഷയായാലും ഏത് പാർട്ടിയായാലും ഈമാനുണ്ടോ അവന് നിർബന്ധമാണ് ഇത്തിബാഉസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കൽ, ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. വസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി, സുന്നത്തെന്ന് പറയുന്നത് നബിതങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. വൽ ജമാഅത്തു മുത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് യോജിച്ച് പഠിപ്പിച്ച ആശയമാണ് വൽ ജമാഅ. ആ സഹാബത്ത് ഒന്നടങ്കം ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചവരാണ്. ആ സഹാബത്ത് ഒന്നടങ്കം പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാത്തവരാണ്. ആ സഹാബത്ത് ഒന്നടങ്കം ലോകം മുഴുക്കെ അറബിയിൽ മാത്രം ഖുത്ബ പഠിപ്പിച്ചവരാണ്. ആ സഹാബത്ത് ഒന്നടങ്കം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തവരാണ്. ആ സഹാബത്ത് ഒന്നടങ്കം നബിതങ്ങളോട് സഹായം തേടിയവരാണ്. ആ സഹാബത്ത് ഒന്നടങ്കം നബിതങ്ങളുടെ ബറക്കത്തിന് വേണ്ടി നബിതങ്ങളെ ശരീരത്തിൽ ഊറ്റി വീഴുന്ന വെള്ളം അത് ശരീരത്തിൽ തൊട്ട് പുരട്ടിയവരാണ്. അവിടുത്തെ കുപ്പായം കഴുകിയ വെള്ളം കൊണ്ട് ബറക്കത്തെടുത്തവരാണ്. അവിടുത്തെ അതാ വിയർപ്പ് കൊണ്ട് ബറക്കത്തെടുത്തവരാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ ആ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഉമിനീര്, തേനിനേക്കാൾ ഔഷധവീര്യമുള്ള ആ മഹത്തായ ഉമിനീര് അത് ശരീരത്തിൽ പുരട്ടിയവരാണ്. ഇതൊന്നും സുന്നി വോയിസിലും റിസാലയിലും സിറാജിലും ഒന്നും ഉള്ളതല്ല. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണ്. ഓ മുസ്ലിമീങ്ങള്, ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വലിച്ചെറിയാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയോ? ആ സഹാബികൾ കണ്ണിന് രോഗമായി, കണ്ണിന് കാഴ്ചയില്ല, നബിതങ്ങളെ സമീപിക്കുകയാണ്. കണ്ണിന് കാഴ്ച കിട്ടാനാണ് സമീപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലും ഇസ്തിഗാസയും ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ജമാഅത്തുകാരൻ മൗലവിയുടെ ഒരു ക്ലിപ്പ് കേട്ടു. സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ ആദരിക്കപ്പെടുന്ന പാണക്കാട് തങ്ങന്മാര് കള്ളുടിയന്മാരാണ് എന്നാണ് അവൻ പറയുന്നത്. ഓ അബ്ദുള്ള എന്ന് പറയുന്ന ജമാഅത്തുകാരനാണ്. ഇന്നാ ലില്ലാഹ്, ഏത് സയ്യിദന്മാരെയും ഏത് മുസ്ലിമീങ്ങളെയും ഇടിച്ചിതായിട്ട് സംസാരിക്കുന്നത് ഒരു മടിയുമില്ലാത്ത ആ മൗലവി അവൻ പറയാണ്, സമസ്തക്കാരൊക്കെ ബിദ്അത്തുകാരാണ്, കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകളാണ്.
ആളുകളാണെന്ന് ചോദിക്കട്ടെ. അവന്റെ ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂലും ശിർക്കിന്റെ ആളായിരിക്കും. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണിന് കാഴ്ചയിൽ, തങ്ങളുടെ സമീപത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി വന്ന് സങ്കടം പറയുമ്പോ സുബ്ഹാനല്ലാഹ്, സങ്കടം അല്ലാഹുവോടെ പറയാവുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം. പക്ഷേ സഹാബത്ത് അങ്ങനെയല്ല. സഹീഹുൽ ബുഖാരി തന്നെ നോക്കിയാൽ നമുക്ക് കാണാം, ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളം വേണമെന്ന് നബി തങ്ങളോട് സഹാബത്ത് ആവശ്യപ്പെടുന്നു. വെള്ളം വേണമെന്ന് നബി തങ്ങളോട് വേവലാതിപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണർ കുഴിച്ചു കൊടുത്തില്ല. പിന്നെ വാട്ടർ സപ്ലൈന്റെ ആളെ ഫോൺ ചെയ്തിട്ടില്ല. നബി തങ്ങൾ വെള്ളം കൊടുത്തത് എങ്ങനെയാ? മുഅ്ജിസത്തിലൂടെയാ വെള്ളം കൊടുത്തത്. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കുന്നു. ഈ മുഅ്ജിസത്തിലൂടെ വെള്ളം കിട്ടാനാ സഹാബത്ത് ചോദിച്ചത്. ലോകത്തുള്ള മുഴുവൻ സുന്നികളും മുഅ്ജിസത്ത് കറാമത്തിലൂടെ കിട്ടാൻ തന്നെയാണ് അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കാറുള്ളത്. അത് സഹാബത്ത് പഠിപ്പിച്ചതാ. ഓ സുഹൃത്തുക്കളെ, ഖുർആൻ നോക്കിയാലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ വെള്ളമില്ലാത്ത സമയത്ത് മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തത്, മൂസാ നബിയോട് സഹായം തേടിയത് ഖുർആൻ പറഞ്ഞില്ലേ? മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോ നമ്മൾ മൂസാ നബിക്ക് വഹി കൊടുത്തു. നബിയേ, ഹജർ, നിങ്ങളെ വടി കൊണ്ട് കല്ലിനടിക്കണേ, അങ്ങനെ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണേ. 12 അരുവികളതാ, തോടുകളതാ, ഉറവിടങ്ങളതാ. മൂസാ നബിയുടെ മുഅ്ജിസത്ത് മുഖേന കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. അല്ലാഹു പറഞ്ഞത് അമ്പിയാക്കളോട് തേടുന്നത് ശിർക്കാണെന്നല്ല, അവർക്ക് വെള്ളം കൊടുക്കാനാണ് മൂസാ നബിയോട് പറഞ്ഞത്. അങ്ങനെ എല്ലാ അമ്പിയാക്കളും എല്ലാ മഹാന്മാരും ഇസ്തിഗാഥയും തവസ്സുലും പഠിപ്പിച്ചവരും അംഗീകരിച്ചവരും അവരോട് തേടിയവരെ സഹായിച്ചവരുമാണ്. ഇനി ഞാൻ പറയട്ടെ, ജമാഅത്തുകാരൻ മൗലവിയോടും മുജാഹിദിന്റെ മൗലവിയോടും തബ്ലീഗുകാരനോടും പറയട്ടെ, നിങ്ങളെല്ലാം വല്ലാതെ പൊക്കിപ്പറയുന്ന പണ്ഡിതനല്ലേ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം സഹായം ചോദിച്ചവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സഹായം കൊടുത്തിട്ടുണ്ടെന്നും, അങ്ങനെ കൊടുക്കാൻ കാരണം ആ ചോദിച്ചവരുടെ ഈമാൻ തെറ്റിപ്പോകണ്ട എന്ന നല്ല മനസ്സുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്തിന് ശേഷം സഹായിച്ചതെന്നും ഇബ്നു തൈമിയ്യ തന്നെ സ്വന്തം ഗ്രന്ഥത്തിൽ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ ഇബ്നു തൈമിയ്യ മുശ്രിക്കാണെന്ന് പറയാൻ മുജാഹിദിന് കഴിയോ? ജമാഅത്തുകാരന് കഴിയോ? തബ്ലീഗുകാരന് കഴിയോ? ഇനി അത് പേരോട് കണ്ടുപിടിച്ചതാണെന്ന് പറയണ്ട. ഏത് വിവരമുള്ളവരുണ്ടോ അവർക്കത് സമ്മതിക്കേണ്ട നിർവാഹമില്ല. ഇബ്നു തൈമിയ്യ തന്നെ അബദ്ധത്തിൽ ചിലപ്പോൾ ഇസ്തിഗാഥ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹവും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിച്ചപ്പോൾ നബി തങ്ങൾ സഹായിച്ചു എന്നും സഹായം കൊടുക്കാൻ കാരണം ആ സഹായം ചോദിച്ചവന്റെ ഈമാൻ തെറ്റാതിരിക്കാനാണെന്നും ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് മൗലവിയായി തങ്ങന്മാരെയും മാലിമീങ്ങളെയും സുന്നികളെയും ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതം അറിയൂല. മതം അറിയണമെങ്കിൽ കിതാബോധി പഠിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. യമന്തെ ഫജ്ജറത്തിൽ അൻഹാറു നബിയതൻ മിൻ നിസ്ബ ഐഹി ഫറവൽ ജൈശ ബിൽ മദദി.
അടുത്ത കാലം വരെ മദീനത്തെ പള്ളിയുടെ ചുമരിൽ അത് എഴുതി വെച്ചത് ആർക്കും നോക്കി വായിക്കാൻ കഴിയുന്ന പദ്യമായിരുന്നു. ഇപ്പൊ പെയിന്റ് അടിച്ച് മയച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിഞ്ഞേക്കും. ഇരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ആ നബിതങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അമ്പിയാക്കളോട് സഹായം ചോദിച്ചുകൂടാന്നൊരു പുതിയ മതം ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും ഭിന്നിപ്പിച്ച് എല്ലാ നാശവും ഉണ്ടാക്കിയ പുത്തൻവാദികൾ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒന്നടങ്കം വിശ്വസിക്കുന്നു നബിതങ്ങളോട് സഹായം തേടിയാ സഹായം കിട്ടും. അങ്ങനെയാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ നബിതങ്ങളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ വുദുവെടുത്ത് നന്നായി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ എന്ത് വേണം? എന്നെ തവസ്സുലാക്കി, എന്നെ ഇടയാളനാക്കി അള്ളാഹുവിനോട് ചോദിക്കണം, എന്നെ വിളിച്ച് പറയുകയും വേണം. പറഞ്ഞു കൊടുക്കാണ് വാചകം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലീ ഔ ലിതുഖ്ളാ ലീ. കാരുണ്യത്തിന്റെ പ്രവാചകരായ നബിയെ, തങ്ങളെ ഇടയാളനാക്കി ഞാനിതാ അള്ളാഹുവിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അള്ളാഹുവെ, ഞാനിതാ നബി ഇടയാളനാക്കി നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. ആ നബി തങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുമ്പോൾ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയുന്ന വാചകം നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. തവസ്സുലും ഇസ്തിഗാസയുമുള്ള നബിതങ്ങളെ വിളിച്ച് നേരിൽ പറയുന്ന വാചകം. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ 2 കണ്ണിനും കാഴ്ച കിട്ടുന്നു. ആ ഹദീസ് മിസ്കാത്തിലടക്കം രേഖ വന്നപ്പോൾ അതാ ഇമാം ബുഖാരിയുടെ ഉസ്താദായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടുത്ത മുസ്നദിൽ 3 സ്ഥലത്ത് ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ, അങ്ങനെ പലരും റിപ്പോർട്ട് ചെയ്തപ്പോ എല്ലാ സലഫികളെയും നേതാവായി പറയപ്പെടുന്ന നാസുദ്ദീൻ അൽ അൽബാനി അത് സഹീഹ് ഹദീസാണെന്ന് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുലും ഇസ്തിഗാസയും പഠിപ്പിച്ചത് കാണാം. ആ തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നവരാണ് ബിദ്അത്തുകാരെന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി ഉറഞ്ഞു തുള്ളിയിട്ട് പറയാണ്. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നിസ്സാരപ്പെടുത്തി. ഓ മുഅ്മിനീങ്ങളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഈ പുത്തൻവാദികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, അവർക്ക് ലാനത്താണ്. അവരുമായി ഒത്താശക്കും ബന്ധപ്പെടാനും പോകുന്നവർക്കും ലാനത്താണ്. അത് അല്ലാഹുവിന്റെ ലാനത്താണ്, മലക്കുകളെ ലാനത്താണ്, സജ്ജനങ്ങളെ ലാനത്താണ്. അവരെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ അവരെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അവരോട് കൈകൊണ്ട് സമരം ചെയ്തവനൊരു മുഅ്മിനാണ്. അതേ, അവർക്കെതിരെ ലേഖനം എഴുതുന്നതും പുസ്തകം എഴുതുന്നതും സദഖ ചെയ്യുന്നതും അവർക്കെതിരെ അതാ കൈകൊണ്ട് നോട്ടീസ് ഒട്ടിക്കുന്നതുമൊക്കെ സമരം തന്നെ ആണ്. നിയമം അനുവദിക്കുന്ന സമരങ്ങൾ. അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. അവർക്കെതിരെ നാവ് കൊണ്ട് എതിർത്ത് സംസാരിച്ച് സമരം ചെയ്യുന്നവൻ ഒരു സത്യവിശ്വാസിയാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. മനസ്സുകൊണ്ട് അവനോട് സമരം ചെയ്യുന്നവനും ഒരു മുഅ്മിനാണ്. അവന്റെ സമ്മേളനത്തിന് പോകൂല, അത് ഉദ്ഘാടനം ചെയ്യൂല, അവനെ അതാ മകളെ കെട്ടിച്ചു കൊടുക്കൂല, അതേ അവനുമായി ബന്ധമില്ല. അങ്ങനെയുള്ളവനും മോമിനാണ്. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ഇതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഈമാനിൽ നിന്ന് കടും
കടുമണി തൂക്കമില്ല. മനസ്സുകൊണ്ടും പുത്തൻവാദിയെ വെറുക്കാത്തവന്റെ മനസ്സിൽ ഈമാനിന്റെ കടുമണി തൂക്കമില്ല. പ്രഖ്യാപിക്കുന്നത് ലോകമൊട്ടാകെ ഈമാൻ വിതരണം ചെയ്യാൻ അല്ലാഹു പറഞ്ഞേറ്റ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് മുഅ്മിനീങ്ങളെ. ഇതുകൊണ്ട് തന്നെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്യണം, അത് മാത്രം പോരാ. സുന്നിയല്ലാത്തവർക്ക് ഒരു വ്യക്തിയെപ്പോലും വർദ്ധിപ്പിക്കുന്ന പണിയെടുക്കരുത്. വലായുദാനിയഹും, സുന്നിയല്ലാത്തവരുമായി അടുക്കരുത്. വലായുസല്ലിമുഹും, അവർക്ക് സലാം പറയരുത്. വലായുഹന്നിയഹും ഫിൽ അയ്യാദി വഔഖാതി സുറൂരി, അവർ സന്തോഷിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്ക് ആശംസ അർപ്പിക്കരുത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ് കിതാബുൽ ഗുന്യത്തിൽ, അതേ വലാ യുസല്ലി അലൈഹിം ഇദാ മാതൂ, അവർ മരിച്ചാൽ അവരെ കൂട്ടത്തിലുള്ളവർ അവർക്ക് മയ്യിത്ത് നിസ്കരിച്ചോട്ടെ, നിങ്ങൾ ബഹുമാനാദരവ് പ്രകടിപ്പിച്ച് അവർക്ക് മയ്യിത്ത് നിസ്കരിക്കരുത്. ഇങ്ങനെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ രേഖപ്പെടുത്തുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ആണ്ട് കഴിച്ച് ഭക്ഷണം കഴിച്ചാ പോരാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആശയങ്ങൾ സമുദായത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവിടുത്തെ കിതാബുകൾ മൂടിവെക്കാൻ പറ്റൂല. ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെട്ട് ജീവിച്ച മഹാൻ, ജീവിതം മുഴുക്കെ റബ്ബിന് സമർപ്പിച്ച മഹാൻ, അല്ലാഹു അതിനു വേണ്ടി തന്നെ തെരഞ്ഞെടുത്ത മഹാൻ. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കുടിക്കുന്ന സമയത്ത് കൂടെ മുല കുടിക്കുന്ന കുട്ടിയുടെ മുല, അഥവാ ആ കുട്ടിക്ക് വേണ്ടി ഉമ്മ ഒഴിച്ചിട്ട മുല, അതേ നബി തങ്ങൾക്ക് കൊടുത്താൽ കുടിക്കാറില്ല. നീതി പുലർത്താനായിരുന്നു. ഹലീമ ബീവി മുല കൊടുക്കുമ്പോ ഒരു മുല നബി തങ്ങൾക്കുള്ളതാണ്, മറ്റൊന്നത് അതേ ഹലീമ ബീവിയുടെ കുട്ടിക്കുള്ളതാണ്. ആ കുട്ടിയുടെ കൊടുക്കുന്ന മുല നബിതങ്ങൾക്ക് കൊടുത്താൽ നബിതങ്ങൾ ആ മുല കുടിക്കാറില്ല. അവകാശമില്ലാത്തതിന് അവകാശം പറയരുത്. അതുപോലെ കൂറായിട്ട് അവകാശമുള്ളതിന് സ്വന്തം മാത്രം അവകാശം പറയരുത് എന്ന തത്വം ലോകത്ത് പ്രസവിക്കപ്പെട്ട ഉടനെയായുള്ള കുട്ടിയായിരുന്ന കാലത്ത് പോലും നബിതങ്ങൾ നീതി നടപ്പാക്കുകയായിരുന്നു. ആ ഹബീബായ നബിതങ്ങളുടെ സന്താന പരമ്പരയിൽ വന്ന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി, ഓ സുഹൃത്തുക്കളെ, മുതലായ റമളാനിൽ മുലനെ കുടിക്കും നാൾ 30 നാളിലും മുലനെ തൊടാതോവർ. ചെറിയ കുട്ടിയായി ജീവിക്കുന്ന സമയത്തും റമളാനിന്റെ പകലിൽ ഉമ്മ മുല കൊടുത്താൽ കുടിക്കാറില്ല. കാരണം എന്തേ? ബാവാ മുതൂകിന്ന് പുതുബായി വന്നോവർ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് തന്നെ വലിയ സ്ഥാനം കരഗതമാക്കി റബ്ബ് നിശ്ചയിച്ച് വന്നവരാണ് ഗൗസുൽ അഅ്സം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇന്നത്തെ വ്യാജ ശൈഖന്മാരെ പോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരോ, ആലിമീ
ആലിമീങ്ങളെ നിന്ദിക്കുന്നവരോ അല്ലെന്ന് മാത്രമല്ല, മഹാനവറുകൾ ഉപദേശിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഓ മക്കളെ, നിങ്ങൾ വല്ലവരെയും ശൈഖന്മാരായി സ്വീകരിക്കുമ്പോ ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വൽ സുന്നതി അൽ ആമിലീന ബിഹിമാ. ഖുർആനും ഹദീസും ഒക്കെ നന്നായി അറിയുന്ന മഹാപണ്ഡിതന്മാരെ നിങ്ങൾ നിങ്ങളുടെ ശൈഖന്മാരായി ഫോളോ ചെയ്യണേ. ഏതെങ്കിലും ജാഹിലിനെ, ഏതെങ്കിലും വിവരം കെട്ടവനെ അവൻ കുറച്ച് അത്ഭുതം പ്രകടിപ്പിക്കുമ്പോഴേക്ക് നിങ്ങൾ പിന്നാലെ പോകല്ലേ. നിങ്ങൾ ആലിമീങ്ങളെ ശൈഖന്മാരായി പിന്തുടരണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിൽ പറയാൻ, മാനവറുകൾ പറഞ്ഞു, വൽ ജഹ്ലു കുല്ലുഹു മഫ്സദ, വിവരക്കേട് മുഴുവനും നാശമാണ്. വിവരക്കേട് നാശം മാത്രമേ വിതക്കുള്ളൂ. വിവരം വേണം. അതുകൊണ്ട് നിങ്ങൾ ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞ മഹാൻ കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാൻ പോയവരാണ്. പോകുന്ന സമയത്തായിരുന്നു ഉമ്മ 40 സ്വർണ്ണ നാണയം എടുത്ത് ശീലയിൽ ചുരുട്ടി കക്ഷത്ത് വെച്ചു കൊടുത്തിട്ട്, മോനെ, ഒരു പ്രതിസന്ധിയിലും കളവ് പറയരുതേ, സത്യം പറയാൻ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞേച്ചത്. പോകുന്ന സമയത്ത് കൊള്ളക്കാര് പിടികൂടിയപ്പോ ആ കൊള്ളക്കാരെ മുന്നിലും ആ കുട്ടി സത്യം പറഞ്ഞു. അക്കാരണത്താൽ കൊള്ളത്തലവനും കൊള്ളക്കാര് മുഴുവനും തൗബ ചെയ്ത് നന്നാകാൻ കാരണമായി. അതാ മാലയിൽ ഖാദി റഹിമഹുല്ലാ ചൊല്ലിയത്, അതേ കളവ് പറയേരു എന്നും ചൊന്നാരേ, കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. മഹാനായ ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് താഴ്മയോടെ ജീവിച്ചു. ജനങ്ങൾക്ക് അതാ ഇൽമു പറഞ്ഞുകൊടുത്തു. ഇൽമുള്ളവരെ മാത്രമേ പിന്തുടരാവൂ എന്ന് നിർദ്ദേശം കൊടുത്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മള് ഔലിയാക്കളെ കറാമത്തും മശായിഖന്മാരെ ബഹുമാനമൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊല്ലങ്ങളായി നമ്മൾ വയല് പറഞ്ഞ് നമ്മളെ ഉസ്താദുമാര് പറഞ്ഞ് നമ്മളെ മുൻഗാമികൾ വയല് പറഞ്ഞ്, അപ്പൊ ഔലിയാക്കൾക്ക് വലിയ മഹത്വം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി. അപ്പൊ ചില ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി ശൈഖ് ചമഞ്ഞ് ചില കോപ്പിരാറ്റുകൾ കാണിച്ച്, ചില അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഞ്ചിച്ചു കളയും. അപ്പൊ അതും പറയണം ആലിമീങ്ങളെ കടപ്പാടാണ്. അത്ഭുതത്തിന്റെ പിന്നാലെ പോകരുത്. അത്ഭുതം ചിലപ്പോ നല്ലവർക്കും പ്രകടിപ്പിക്കാൻ കഴിയും, ചിലപ്പോ മോശക്കാർക്കും പ്രകടിപ്പിക്കാൻ കഴിയും. ലോകത്ത് ഏറ്റവും വലിയൊരു ദജ്ജാലുണ്ട്. എല്ലാ പുത്തൻവാദികളും ദജ്ജാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞു, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, കുറേ ദജ്ജാലുകൾ, കുറേ കബളിപ്പിക്കുന്നവർ വരും. ദജ്ജാലൂനാണ് അവരുടെ ലക്ഷണം. നബി തങ്ങൾ പറഞ്ഞു, ഖദ്ദാബൂന, ധാരാളം കളവ് പറയുന്നു. 1980 ജൂലൈയിലെ അൽമനാറിലാണ് ഞാൻ ഓർക്കുന്നത്. എന്റെ അടുത്തുണ്ട് സാധാരണ. അതിൽ മുജാഹിദീങ്ങൾ പറഞ്ഞു, സുന്നികളൊക്കെ വിശ്വസിക്കുന്നത് അല്ലാഹു തആല ഹൗദുൽ കൗസറിൽ വീണപ്പോ മുഹീദ്ദീൻ ശൈഖ് രക്ഷപ്പെടുത്തിയെന്നാണ്. അത് വളരെ വളരെ ലാഘവത്തോടുകൂടി വളരെ പൊടിപ്പും തൊങ്ങലും കൊടുത്തിട്ട് അവരെഴുതി വെച്ചതാ. അപ്പൊ കളവ് പറയുന്നതിന് ഒരു മടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഇങ്ങനെ വെളിയാവും. നമുക്ക് എന്ത് കളവ്. ലോകത്ത് ഒരു സുന്നി പോയിട്ട് സുന്നി വീട്ടിൽ ജീവിക്കുന്ന ഒരു പൂച്ചക്കുട്ടി വിശ്വസിക്കും. അങ്ങനെ അല്ലാഹു തആല വെള്ളത്തിൽ വീണ് ഇവരെ പോലെ അല്ലാഹു തആല ജഡമാണ്, ശരീരമാണെന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മൾ? അത് അവരെ വിശ്വാസമാണ്. എന്നിട്ട് അങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഈ മുജാഹിദ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇസ്ലാം എന്ന് പുറത്താണ്, ഇസ്ലാം എന്ന് പുറത്താണ്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രക്കാരനായ
ഒരു അമുസ്ലിമാണ് മുഹീദ്ദീൻ ഷെയ്ഖ്. അതുകൊണ്ട് മുഹീദ്ദീൻ എന്ന് അയാളെ വിളിക്കാൻ പാടില്ല, മുഹീദ്ദീൻ എന്ന് വിളിക്കണം എന്ന് അൽമനാറിൽ എഴുതി വെച്ചു മുജാഹിദ്. ആ പുത്തൻവാദി സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഇതിലേക്ക് കിടക്കല്ല, അവരെ സംബന്ധിച്ചൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ കറാമത്തും മൗജിദത്തും നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തപ്പോ ചുളിവിളി ചില വിദ്വാന്മാര്. അവർക്കെന്താ പരിപാടി? അവർ മെല്ലെ ഈ സുന്നികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുവൻ വരും. അവന്റെ പേരാണ് മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന് കാവൽ ചോദിക്കാൻ എല്ലാ നിസ്കാരത്തിലും നമ്മളോട് കൽപ്പന. എന്താണ് അവന്റെ പരിപാടി? അവൻ ചിലപ്പോ ഒരു വിത്തിടും, കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ മുകളിൽ മരാവും കായുണ്ടാവും, പറിച്ചും കയറും. നിങ്ങൾക്ക് ഇളന്നി കുടിക്കണോ? ഒരു തേങ്ങ ഒഴിച്ചിട്ടിട്ട് മണിക്കൂർ കൊണ്ട് വെറുതെ പറിച്ചു. അതുപോലെ ഓരോന്നും അങ്ങനെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ എത്രത്തോളം അത്ഭുതം കാണിക്കുന്നത് നിങ്ങൾ. അവൻ ഒരാളെ കൊന്നിട്ട് അയാളെ അവൻ വിളിക്കും. അപ്പൊ അയാൾ എണീറ്റിങ് വരും, ഹയാത്താക്കി കാണിച്ചു അത്രയും അത്ഭുതം കാണിക്കും ദജ്ജാൽ. പക്ഷെ നമുക്ക് ദജ്ജാലിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ? നമ്മൾ എന്ത് നോക്കണം? ഇസ്ലാമിക ശരീഅത്ത് നോക്കണം, ഇസ്ലാമിന്റെ ശരീഅത്ത് നോക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നുണ്ടോ, പ്രഖ്യാപിക്കുന്നുണ്ടോ? അവൻ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നുണ്ടോ? അത്ഭുതത്തിന്റെ പിന്നാലെ പോയിക്കൂടാ. അത്ഭുതം പലർക്കും കാണിക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അതുകൊണ്ടായിരുന്നു റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മൂപ്പരുടെ മുസല്ല വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വെള്ളത്തിന്റെ മേലെ പോയിട്ട് വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. ഹസൻ ബസ്രി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു വിളിച്ച് ഇവിടുന്ന് നിസ്കരിക്കാം, വെള്ളത്തിന്റെ മുകളിൽ നിന്നിട്ട്. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു മഹദിയുടെ കയ്യിലുള്ള മുസല്ല വലിച്ച് മേൽപോട്ട് ഒരു എടുത്തിട്ട് മേലോട്ട് കയറി അങ്ങ് പോയി. ആ മുസല്ലന്റെ മുകളിൽ നിന്നിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നമുക്ക് ആരും കാണാണ്ട് മുകളിൽ നിൽക്കരിക്കാം. അതിന്റെ ശേഷം മഹദി പറഞ്ഞു, ശൈഖ് അവറുകളെ, ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾ ചെയ്ത കാര്യം മത്സ്യത്തിനും സാധിക്കുന്ന സംഗതിയാണ്. മത്സ്യവും വെള്ളത്തിന്റെ മേലെ കൂടി പോകും. ഞാൻ ചെയ്ത കാര്യം ഈച്ചക്കും സാധിക്കുന്ന കാര്യമാണ്. ഈച്ചക്കും അന്തരീക്ഷത്തിൽ നിൽക്കാൻ കഴിയും. ഇതൊന്നുമല്ല കാര്യം. കാര്യം സൽക്കർമ്മമുണ്ടോ, അമലുണ്ടോ, നല്ല കാര്യം ചെയ്യുന്നുണ്ടോ, അതല്ലേ കാര്യം ശൈഖ് അവറുകളെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അത്ഭുതത്തിൽ പെട്ടുപോകരുത്. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ ഉദ്ധരിച്ചല്ലോ, ഒരു മുതഅല്ലിം ഒരു വലിയ ആലിമിന്റെ ദർസിൽ ഓതുകയാണ്. ആ ആലിമിന്റെ ദർസിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുട്ടി വരുന്നില്ല. അപ്പോ ഈ ഉസ്താദ് അന്വേഷിച്ചു, എന്താ കുട്ടി വരാത്തത്? ഉസ്താദിന്റെ ബാധ്യതയാ. കുട്ടികൾ വരാൻ ഞാൻ മദ്രസയിൽ ഉസ്താദന്മാരെല്ലാം ചോദിച്ചു നോക്കണം, എന്താ വരാത്തത്? അന്വേഷിച്ച് പറഞ്ഞു, അയാളിപ്പം വരുന്നില്ല, ആ കുട്ടീനോട് എന്നൊന്ന് കാണാൻ പറയണം. അങ്ങനെ ആ കുട്ടിയെ വിളിപ്പിച്ചു. ആ കുട്ടി അദബ് കാണിച്ചു വന്നു. ചിലത് ചിലപ്പം വിളിച്ചാലും വരൂല, വന്നാലല്ലേ നന്നാക്കി എടുക്കാൻ കഴിയുള്ളൂ. വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? ഞാൻ ഉസ്താദെ ഇപ്പൊ വേറൊരാളെ കൂടിയാ, ഞാനിപ്പോ സ്വർഗത്തുനിന്ന് നിസ്കരിക്കലാണ് രാത്രി. അപ്പൊ ഈ മഹാൻ ചോദിച്ചു, സ്വർഗത്തുനിന്ന് നിസ്കരിക്കോ? അതെ മോനെ, ഞാനിതുവരെ സ്വർഗത്തും കെച്ചില്ലല്ലോ, എന്നെയും കൂട്ടുമെന്ന് ചോദിച്ചു. ആ ഉസ്താദിനെയും കൂട്ടാലോ, ഉസ്താദ് വരുമെങ്കിൽ കൂട്ടാലോ. എന്താ വേണ്ടത്? അതിന് ഉസ്താദ് രാത്രി സമയത്ത് ഒരു സ്ഥലത്ത്, ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക. അവിടെ വന്നു നിന്നാല് ഉസ്താദ് നമുക്ക് ഒന്നായിട്ട് പോവാ. ആയിക്കോട്ടെ. ഞാൻ രാത്രി സ്ഥലം പറഞ്ഞു, സ്ഥലത്ത് പോയി നിന്നു. ഒരു പക്ഷി വന്നിറങ്ങി, വലിയൊരു പക്ഷി. രണ്ടാളെയും കയറ്റി സ്വർഗത്തിലേക്ക് പറഞ്ഞു. അങ്ങനെ പോയി ഇറങ്ങി, ഒരു സ്വർഗത്തിലിറങ്ങി. സുബ്ഹാനല്ലാഹ്, സ്വർഗം തന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു തോട്ടാണ്, എന്തൊരു പഴമാണ്, എന്തൊരു സൗന്ദര്യമാണ്. അവിടെ ഇറങ്ങി പക്ഷി പോയി. ഉസ്താദ് അവിടെ നിന്നു. ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് നമ്മൾ നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ ഇവിടുന്ന് ഞാൻ നിസ്കരിക്കൂല. അതെന്താ ഉസ്താദെ?
സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കും. പിന്നെ സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കുക, സ്വർഗത്തിലെത്തിയിട്ട് നോമ്പെടുക്കുക, സ്വർഗത്തിലെത്തിയിട്ട് ഹജ്ജ് ചെയ്യുക, സ്വർഗത്തിലെത്തിയിട്ടും സക്കാത്ത് കൊടുക്കുക. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കാരവും നോമ്പും ഹജ്ജൊക്കെ. സ്വർഗത്തിലെത്തിയവരെ സൂഹിക്കുക എന്നല്ലാതെ പിന്നെ ഈ നിസ്കാരവും നോമ്പ് എന്നാ പിന്നെ ഞാൻ നിസ്കരിക്കും, നീ എന്ത് ചെയ്താലും ശരി ഞാൻ സ്വർഗം നിസ്കരിക്കൂല. കുറെ കഴിഞ്ഞ് നേരം വെളുക്കാറായപ്പോ പക്ഷി വന്നു. പക്ഷി വന്നിട്ട് ഈ ശിഷ്യം വന്ന് പറഞ്ഞു, ഉസ്താദെ പോകല്ലേ? എവിടെ? നമ്മൾ വന്ന സ്ഥലത്ത്. ഇല്ലില്ലില്ല, സ്വർഗത്ത് കടന്നാ പിന്നെ അവിടുന്ന് ഇറങ്ങലില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഖാലിദീന ഫീഹാ അബദാ, കാലകാലം സ്വർഗത്ത് കടന്നു പോലും പിന്നെ ഇറങ്ങലില്ല. പിന്നെ ഖുർആന്റെ എതിരായിച്ച. അതുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങിയാ പിന്നെ ഇറങ്ങലില്ല. അപ്പൊ ഈ പക്ഷി മെല്ലെ ചിറകൊന്ന് അനക്കിയപ്പോ ഭൂമി കുലുങ്ങാണ് തോന്നി. അപ്പൊ ഈ ശിഷ്യപ്പൻ ഉസ്താദെ മുസീബത്ത് ഉണ്ടാവുന്നുണ്ട്. ഉസ്താദ് ഇല്ലില്ല, സ്വർഗത്തിലും മുസീബത്താ. സ്വർഗത്തിലും ഈ സുബ്ഹാനല്ലാഹ് ഇടിയും മിന്നും കാറ്റും അതുപോലെ തന്നെ വെള്ളം കയറലും അതൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. സ്വർഗത്തിലൊരു മുസീബത്ത് ഉണ്ടാവില്ല, മോൻ പേടിക്കണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, പക്ഷി കുറെ കുലുക്കി നോക്കി. പക്ഷെ ഈ ആലിമിന് കുലുക്കമില്ല, ഈ പണ്ഡിതന് കുലുക്കമില്ല. പക്ഷിയങ്ങ് പറന്നുപോയി. നേരം വെളുത്തുപോയി. നേരം വെളുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എവിടെയാ ഉള്ളത്? മോനെ നീ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതെവിടെയാ? ആ രാജ്യത്തുള്ള മുഴുവൻ അടിക്കാട്ടങ്ങളും മുഴുവൻ നജസുകളും കൊണ്ടുപോയി ഇടുന്ന നജസിന്റെ കേന്ദ്രമാണത്. ആ നജസിന്റെ കേന്ദ്രം ശൈത്താൻ നിനക്ക് സ്വർഗമായി തോന്നിപ്പിച്ചു. ശൈത്താൻ നിനക്ക് അത്ഭുതം കാണിച്ചു. നീ ആ ശൈത്താന്റെ വലയിൽ കുടുങ്ങിയിട്ട് അങ്ങകലെ നിന്ന് ശരിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന നിന്നെ ഈ നജസിൽ കൊണ്ടുവന്ന് നിസ്കരിപ്പിച്ച് നിന്നെ ശൈത്താൻ വഞ്ചിച്ചതാണ് മോനെ. ഉസ്താദ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. ചിലരുണ്ടല്ലോ വ്യാജ തരീഖത്തുമായി നടന്നിട്ട് ഔലിയാക്കളുടെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ആ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ് ഗീബത്ത് പറഞ്ഞ് തെറി പറഞ്ഞ് അതാ സ്വന്തം ആഖിറം നഷ്ടപ്പെടുത്തുന്നവരില്ലേ. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ചരിത്രങ്ങൾ പറയുമ്പോ നമ്മൾ ഒരു കെണിയിലും പെട്ടുപോകരുത്. അതിനുവേണ്ടി പറഞ്ഞതാ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഔലിയാക്കൾ സാലിഹീങ്ങളാരാ? അവർ അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവരാണ്. ഫർളും സുന്നത്തും എടുത്തവരാണ്. ഹറാമും കറാത്തും കൈയൊഴിച്ചവരാണ്. അങ്ങനെ ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം വലുതാണ്, വലിയ സ്ഥാനമാണ്. അങ്ങനെ സ്ഥാനം കൊടുക്കപ്പെട്ടവരിൽ വലിയ ഉന്നത സ്ഥാനമുള്ള വ്യക്തിയാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. അതേ കളവ് പാറയേതുതെന്നും ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. കുട്ടിക്കാലം മുതലേ ജീവിച്ചു വന്നത് ശരീഅത്തിന്റെ നിയമമനുസരിച്ചാണ്. ആ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് മഹാനവറുകൾ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ബിമുവാഫഖത്തി ശർഇ യഹ്സുലുൽ ഖൈറു. നന്മ കിട്ടൽ അല്ലാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. വബിമുഖാലഫത്തി യഹ്സുലുൽ ശർറു. ഇസ്ലാമിക നിയമം മറികടന്ന് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഹജ്ജ് ചെയ്യാതെ അതേ വ്യഭിചരിച്ചുകൊണ്ടോ കള്ളു കുടിച്ചുകൊണ്ടോ പലിശ വാങ്ങിയോ
കുടുംബബന്ധം മുറിച്ചോ, അയൽവാസിയെ ശല്യം ചെയ്തോ, ഭർത്താവിനെ വഞ്ചിച്ചോ, ഭാര്യയെ പീഡിപ്പിച്ചോ, കുട്ടികളെ ആക്രമിച്ചോ, വലിയവരോട് ആദരവ് കാണിക്കാതിരുന്നോ, അങ്ങനെ പടച്ച റബ്ബ് പഠിപ്പിച്ച നിയമങ്ങളില്ലേ? ഓ മുഅ്മിനീങ്ങളെ, നലവേറും മിശാത്തോളുതോരോന്നുവാലേ 40 സുബീതോളുതോവർ 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളു, ആ വുളുവോടുകൂടെ സുബഹി നിസ്കരിക്കുന്നു, ഉറങ്ങാതെ ഖുർആനോതുന്നു, ഖുർആനോതുമ്പോൾ ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു. ഒറ്റ ദിവസവും ഉറങ്ങാതെ ഖുർആനോദിയാൽ ക്ഷീണിക്കാതിരിക്കും. അപ്പൊ ഉറക്കം വരുമ്പോ ഉറക്കത്തെ തടയാൻ ഒരു കാല് പൊക്കി വെച്ചിട്ട് ഒരു കാമല് നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ. ഖുർആനോതുമ്പോ ഉറക്ക് വരാതിരിക്കാനാണ് ഒരു കാലിന്റെ മേലെ പൊക്കി വെച്ച് നിന്ന് ഓതിയത് കേട്ടോ. അഭ്യാസം കാണിച്ചതല്ല, ഉറക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതൊക്കെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ കൃത്യമായി സുബ്ഹി നിസ്കരിക്കൽ മാത്രമല്ല, സുന്നത്തെടുക്കൽ മാത്രമല്ല, വദൂടെ തന്നെ അതാ സദാസമയവും ജീവിക്കുന്നു. ഫർളും സുന്നത്തും എടുത്ത് ജീവിച്ചപ്പോൾ റബ്ബ് കൊടുത്ത സ്ഥാനമോ ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ ഖബറിങ്കല് നീട്ടി നീക്കിച്ചി വെച്ചോവർ. എല്ലാരും എഴുന്നേറ്റ് ചൊല്ലണം ഒരു ദിക്റ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു തആല എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എന്നിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയാണ്. അത് പറഞ്ഞ മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഒരു തെറ്റും ചെയ്തില്ല, മറിച്ച് അള്ളാഹു കൽപ്പിച്ചതെടുത്തു, അള്ളാഹു ഇരുന്നോളൂ, അള്ളാഹു വിരോധിച്ചതൊഴിച്ചു, അള്ളാഹുവിന് തഖ്വയോടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ശിഷ്യന്മാരെ കൂടെ യാത്ര ചെയ്യുമ്പോ ഒരു ഖബറിന്റെ സമീപത്തെത്തി. ആ ഖബർ സിയാറത്ത് ചെയ്തിട്ട് ഇറങ്ങുന്നില്ല ശൈഖ്, അവിടെ തന്നെ നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഒരു ശിഷ്യൻ ചോദിച്ചു, എന്താ ഉസ്താദേ ഇത്രയും സമയം? ആനവറുകൾ പറഞ്ഞു, അതെന്റെ ഉസ്താദിന്റെ ഖബറാണ്. ആ ഖബറിൽ ഉസ്താദിനെ ഞാൻ കണ്ടു. സാധാരണ കാഴ്ചയല്ല, കേൾവിയല്ല. എന്റെ ഉസ്താദിനെ ഞാൻ ഖബറിൽ കണ്ടു. ഉസ്താദിന്റെ കൈക്ക് ചെറിയ അപകടമുണ്ട്. ആ അപകടമൊന്ന് നീക്കി വെച്ച് നന്നാക്കി കൊടുക്കാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ലോകം മുഴുക്കെയുള്ള ഔലിയാക്കൾക്ക് ഇന്ന് നേതാവാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിയപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഔലിയാക്കൾ അതിന് ആമീൻ പറഞ്ഞു. അങ്ങനെ ഉസ്താദിന്റെ കൈ ഖബറിൽ ശരിയായി കിട്ടിയപ്പോൾ ഞാൻ ആ ഖബറിൽ നിന്ന് ഇറങ്ങിയതാണ് മക്കളെ. ഒരു ശിഷ്യൻ പറഞ്ഞു, അതിനെന്താ തെളിവ്? ഖബറിൽ അങ്ങനൊക്കെ നടന്നു എന്നുള്ളതിന് എന്താ തെളിവ്? നിനക്കെന്താ മോനെ തെളിവ് വേണ്ടത്? 2 സാക്ഷി വേണം. ആരാ സാക്ഷി വേണ്ടത്? ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കാത്ത നിങ്ങളെ ദുആക്ക് ആമീൻ പറഞ്ഞ 2 മഹാന്മാർ ഇവിടെ വന്ന് ഞങ്ങളോട് പറയട്ടെ ഞങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓ അത് മതിയോ? നീ ഇവിടെ തന്നെ നിൽക്കൂ. സുബ്ഹാനല്ലാഹ്, അതാ ഓടി വരുന്നു ഒരാള്, വന്നിട്ട് പറയുന്നു, ഈ ശൈഖ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം സത്യമാണ്, ഞാൻ സാക്ഷിയാണ്. അതാ മറുവശത്ത് മറ്റൊരാൾ വരുന്നു, പറയുന്നു, ഈ നിലക്ക് സുബ്ഹാനല്ലാഹ് ഉദ്ദേശിച്ചത് റബ്ബിനോട് ചോദിച്ച് വാങ്ങുന്ന മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഈ നഗർ മുഹയ്യിദ്ദീൻ നഗരാണല്ലോ. അല്ലാഹു
അല്ലാഹുവേ അവിടുത്തെ ബറക്കത്തോട് ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മളെ മനസ്സിൽ എപ്പോഴും വേണ്ട വിഷയം എന്താണെന്നറിയോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിൽ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വരവ് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് പൊട്ടി 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 കരഞ്ഞിട്ടുണ്ടെന്ന് അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ കാണാം. ആരും വിചാരിക്കണ്ട ഞാനൊരു വലിയ മഹാനായി എന്ന് വിചാരിച്ചാലും ധൈര്യപ്പെടണ്ട. സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കുന്നത് വരെ ഈ പാവപ്പെട്ട എനിക്ക് അതാ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കാൻ വകുപ്പില്ല. നമുക്കാർക്കും വകുപ്പില്ല. നമ്മൾ പരസ്പരം ശണ്ട കൂടുന്നതിന് പകരം, പരസ്പരം ആക്രമിക്കുന്നതിന് പകരം, പരസ്പരം എതിർക്കുന്നതിന് പകരം, പരസ്പരം ചീത്ത പറയുന്നതിന് പകരം, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, ഇമാമിങ്ങൾ പഠിപ്പിച്ച, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തുണ്ടല്ലോ, അത് പുത്തൻവാദിയോട് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ്, അവരുമായി ബന്ധമില്ലാത്ത മതമാണ്. അക്കാര്യത്തിൽ ലോകത്തൊരു ഇമാമിനോ ഒരു സഹാബിക്കോ തർക്കമില്ലെന്ന് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദി വമുഹാദറതിഹിം വഖത്ഇ സുഹബത്തി മഅഹും. സുന്നിയല്ലാത്തവരുമായി ബന്ധം വിച്ഛേദിച്ചേ പറ്റൂ, ബന്ധം മുറിച്ചേ പറ്റൂ. അതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾക്കും തർക്കമില്ല. അങ്ങനെ ഇമാമിങ്ങളെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട, സഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണത്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹു പൊരുത്തപ്പെട്ടവർ ആ സഹാബത്തിനെ പിന്തുടർന്നവരാണ് കേട്ടോ. ആ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് അതേ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണം സുന്നത്ത് ജമാഅത്തുകാർ. ആ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മളെന്തിന് പരസ്പരം തല്ലണം, നമ്മളെന്തിന് പരസ്പരം ആക്രമിക്കണം, എന്തിന് തലയോട്ടിയുടെ ഉറപ്പ് പരിശോധിക്കണം, എന്തിന് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ അതാ വാശി കൂട്ടിയിട്ട് അടച്ച് പൂട്ടിക്കണം, എന്തിന് മദ്രസകൾ പൂട്ടിക്കണം? എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ മദ്രസകളും പള്ളികളുമൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒന്നിച്ച് നടത്താൻ ഒന്ന് ഐക്യപ്പെട്ടുകൂടെ? ചോദിക്കട്ടെ, പരസ്പരം കാഫിറാക്കി മുദ്രകുത്തുന്ന മുഴുവൻ പുത്തൻവാദിയും ഒന്നിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. വലിയ വിഷമത്തിലാണ്. കേട്ടാ തോന്നും മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ പിറ്റേന്ന് മുതൽക്ക് മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് തോന്നും. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവരെ ഈമാൻ രക്ഷിക്കലാണ്. ആ ഈമാനിനെ കൊന്നിട്ട് ഇവിടെ എന്ത് കിട്ടിയിട്ടെന്താണ്? അതേ ബദറിൽ സുഹദാക്കളില്ലേ, ഉഹദിൽ സുഹദാക്കളില്ലേ, ഹംസ റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ടിട്ടില്ലേ? അതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവര് സ്വർഗത്തിൽ പാറിക്കളിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോഡിയല്ല പ്രശ്നം, അവന്റെ ധനമല്ല പ്രശ്നം, അവന്റെ അധികാരമല്ല പ്രശ്നം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം കൊടുത്തു എന്ന് പറഞ്ഞ് അല്ലാഹ് വിലക്ക് വാങ്ങിയതാണ് ശരീരവും സമ്പത്തുമൊക്കെ. ആ സ്വർഗം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ടെന്താണ് സഹോദരന്മാരെ? ആ സ്വർഗം
സ്വർഗം കിട്ടണോ? മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ചേ പറ്റുവോ? ഈമാൻ കിട്ടി മരിച്ചേ പറ്റുവോ? ശരീരത്തെ കൊല്ലുന്നവരെക്കാൾ മുസ്ലിമീങ്ങൾക്ക് അതാ ഏറ്റവും വലിയ ഭവിഷ്യത്ത്. ഈമാനിനെ കൊല്ലുന്നവരാണ്, ഈമാൻ നശിപ്പിക്കുന്നവരാണ്. അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും വിശ്വസിപ്പിച്ചിട്ട് ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കുഫറിലേക്ക് കൊണ്ടുപോകുന്ന പുത്തൻവാദി, അള്ളാഹുവിന്റെ റസൂലിന് പിഴച്ചു എന്ന് പറയുന്ന പുത്തൻവാദി, ആ പുത്തൻവാദിയുമായിട്ടൊരു കൂട്ടുകെട്ട് കെട്ടിയാൽ മുസ്ലിമീങ്ങളെ പ്രശ്നമൊക്കെ അള്ളാനെ മാറ്റി നിർത്തിയിട്ട് പരിഹരിക്കാൻ കഴിയുന്നവരുണ്ടോ? അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമുണ്ടോ? ഈമാൻ കാര്യത്തിലെ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, ആ വിശ്വാസം വലിച്ചെറിയാൻ പറ്റുമോ? മുസ്ലിമീങ്ങൾ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കണം. അഖീദ ശരിയാകണം, വിശ്വാസം ശരിയാകണം, കർമ്മം ശരിയാകണം, ആചാരം ശരിയാകണം, നടപടികൾ ശരിയാകണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയുള്ളവർക്ക് മാത്രമാണ് ഇസ്സത്ത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്കാണ് ഇസ്സത്ത്, അല്ലാത്തവർക്ക് ഇസ്സത്തില്ല. ഓ സഹോദരന്മാരെ, അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. ഈമാന് പടയം വെച്ചിട്ട് ഇസ്സത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു തന്റെ തൊട്ടടുത്തുള്ള മജൂസിയായ മനുഷ്യന് കച്ചവടത്തിൽ നഷ്ടം പറ്റിപ്പോയി. അഥവാ കച്ചവട സാധനങ്ങളൊക്കെ കവർച്ച ചെയ്തു പോയി. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആ അയൽവാസിയായ മജൂസിയെ സമാശ്വസിക്കാൻ പോവാണ്. കാരണം സെൽഫിയല്ല, സെൽഫികളാണല്ലോ, അമുസ്ലിമീങ്ങളെ മൊത്തം ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ തീവ്രവാദിയല്ല, ഇത് സൂഫിയാക്കളാണ്. അമുസ്ലിം സഹോദരന്മാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നല്ല സൗഹൃദത്തിന്റെ പെരുമാറ്റമാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്. നബിതങ്ങളും അങ്ങനെ തന്നെ പഠിപ്പിച്ചു. നേരെ മറിച്ച് പുത്തൻവാദികളോട് അവർ പഠിപ്പിച്ച അങ്ങനെയല്ല. അവര് നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് മതം നശിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോട് കടുത്ത സമീപനം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്, അമുസ്ലിം സഹോദരന്മാരുടെ രോഗം കാണാൻ പോയാലും പണ്ഡിതന്മാരും ജനങ്ങൾ ആദരിക്കുന്നവരും അതാ പുത്തൻവാദിയുടെ രോഗം കാണാൻ പോയാൽ ഹറാം, പച്ച ഹറാം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇമാമിങ്ങൾ വെറുതെയല്ല കിതാബ് എഴുതിയത്. ഓ സഹോദരന്മാര്, കാരണം ഒരു അമുസ്ലിമിന്റെ രോഗം കാണാൻ പോയാൽ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കൂല. അയാളെ വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല തെറ്റിദ്ധരിക്കൂല. നേരെ മറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു മുജാഹിദ് മൗലവിന്റെ രോഗം കാണാൻ പോയാൽ സ്വാഭാവികമായും കുറെ SSF-കാർക്കും SUS-കാർക്കും കുറെ ആക്കും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത് പോകാൻ തോന്നുന്നു. അപ്പൊ കുറെ ആളെ ഈമാൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈമാനുകൊണ്ട് കളിക്കാൻ പറ്റുമോ? എന്നാൽ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ മജൂസിയുടെ വീട്ടിൽ ചെന്നപ്പോ മജൂസി വളരെ ബഹുമാനത്തോടെ വന്ന് കൈപിടിച്ച് ചുംബിച്ച് കൊണ്ടുപോയി ഇരുത്തുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, മഹാനവറുകളെ വന്നു കണ്ടപ്പോ എന്നാ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഈ വലിയ ബിസിനസ്സുകാരനായ മജൂസി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആളെ ഏൽപ്പിക്കുകയാണ്. മുമ്പ് പറഞ്ഞു, വേണ്ട വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടം വന്നു, നിങ്ങളെ കവർച്ച നടന്നു, നിങ്ങളെ കച്ചവട സംഘം കച്ചവടങ്ങൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ. 70 കൊല്ലായിട്ട് തീൻ ആരാധിക്കുന്ന ആളാ മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങളോട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞെന്തറിയോ, എന്റെ സ്വത്തുക്കൾ കവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഞാൻ പടച്ചവന് നന്ദി, ഞാൻ കടപ്പെട്ടവനാണ്. അതെന്താ? 3 കാര്യമാണ്. ഒന്ന്, എന്റെ സാധനങ്ങൾ കവർച്ച ചെയ്തു പോയി എന്ന് പറഞ്ഞല്ലോ, അത് സാരമില്ല. കാരണം ഞാനൊരു കവർച്ചക്കാരനായിട്ടില്ലല്ലോ. എന്റെ സാധനങ്ങൾ വേറെ ആള് കവർച്ച കൊണ്ടുള്ളൂ, ഞാൻ കവർച്ചക്കാരനായിട്ടില്ലല്ലോ. അതുകൊണ്ട് പടച്ചവൻ എന്നെ ഒരു കള്ളനാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അള്ളാഹ്ക്ക് നന്ദിയാണ്ട്, ദൈവത്തിന് നന്ദിയാണ്ട് നിർത്തിയില്ല. രണ്ടാമത്തത്, എന്റെ സ്വത്തിന്റെ പകുതിയെ കവർ ചെയ്തിട്ടുള്ളൂ, പകുതി ബാക്കിയിട്ട്. മൂന്നാമത്തത്, എന്റെ പണം പോയെങ്കിലും എന്റെ മതം ബാക്കിയുണ്ടല്ലോ, എന്റെ മതത്തിന് കേടുവെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നോക്ക, അയാളൊരു ഉറപ്പ്, എന്റെ മതത്തിന് കേടുവെച്ചിട്ടില്ലല്ലോ, പണല്ലേ പോയിട്ടുള്ളൂ, സാരമില്ല.
അതാണ് ആശയം. അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, മക്കളെ അയാൾ മജൂസിയാണെങ്കിൽ അയാൾ പറഞ്ഞത് എഴുതിയെടുക്കണം, അതിൽ ഇസ്ലാമിന്റെ മണുണ്ട്, ഇസ്ലാം മണക്കുന്നുണ്ട് അയാളെ വാക്കിൽ, അതുകൊണ്ട് എഴുതിയെടുക്കണോ. എഴുതിയെടുത്തു മക്കൾ ശിഷ്യന്മാര്. അപ്പൊ മൂപ്പര് നല്ല നിലങ്ങനെ ഇരിക്കും വെച്ചാൽ, അല്ല നീ എന്തിനാ ഈ തീയിനിങ്ങനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈ മജൂസി പറയാണ്, ഈ തീനെ ആരാധിച്ചാ തീ എന്നെ ചതിക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ്, എന്നെ പൊളിക്കൂലെന്ന്. പിന്നെയോ ചോദിച്ചു, അതിന് പുറമെ ഈ തീ ഉണ്ടല്ലോ, ഈ തീ ഈ തീ എന്നെ പടച്ചവന്റെ അടുക്കലിൽ എന്നെ എത്തിച്ച് പടച്ചവനുമായി എന്നെ ആത്മീയമായി ബന്ധിപ്പിച്ച് എന്നെ പടച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടുത്തി തരും ഈ തീ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഓ ബഹ്റാം, ബഹ്റാം എന്നയാളെ പേര് ബഹ്റാം, നിങ്ങൾ വലിയ അബദ്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഓ പറഞ്ഞോളി. നിങ്ങളെ പറഞ്ഞ പോലെയൊന്നല്ല തീ. തീക്ക് നിങ്ങളെ പടച്ചവന്റെ അടുക്കൽ എത്തിക്കാൻ പോയിട്ട് അതിന്റെ സ്വന്തം ദർശനം രക്ഷിക്കാൻ കഴിയൂല. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം ഒരു ചെറിയ കുട്ടി എടുത്തുകൊണ്ടുവന്ന് ഈ തീയിലങ്ങ് ഒഴിച്ചാൽ, അല്ലെ കുറച്ച് മണ്ണ് വാരിയിട്ടാൽ തീ പോയ അഡ്രസ് ഉണ്ടാവില്ല. അതാ പിന്നെ പടച്ചവന്റെ അടുത്ത് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ തീക്ക് അതിനൊന്നും കഴിവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ തീ എന്നെ ചതിക്കൂല, എന്നാ നിങ്ങൾക്ക് ഈ തീക്ക് ഒരു വിവരവുമില്ല, അടുത്ത ഒരു വിവരവും ഒരു ബുദ്ധിയുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നല്ല ഉണക്ക് പിട്ട കൊണ്ടുവന്ന് തീയിലിട്ടു അത് കരിക്കും. നിങ്ങൾ നല്ല കസ്തൂരിയും, നല്ല വില പിടിച്ച ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ വിലയുള്ള കസ്തൂരിയും, അതുപോലെ തന്നെ നല്ല ഊതും കൊണ്ടുവന്ന് നിങ്ങൾ തീയിലിട്ടു എന്നാലും കരിക്കും. കാരണം മൂപ്പർക്ക് കസ്തൂരിയും കണക്കന്നെ, പിട്ടയും കണക്കന്നെ. കാരണം ഒരു ബുദ്ധിയില്ല, ഒരു വിവരമില്ല ഈ തീക്ക്. പിന്നെയോ അതാ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ ഇത് ചതിക്കൂല എന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ 80 കൊല്ലമായി ഇന്ന് വരെ തീക്ക് ആരാധിച്ചിട്ടില്ല. ഞാൻ എന്റെ റബ്ബിനും തീയിന്റെ റബ്ബുമായ അള്ളാഹ്ക്ക് ആരാധിക്കുന്നവനാണ്. ഞാൻ പറയട്ടെ, എന്റെ കൈ ഞാൻ തീയിൽ വെക്കാം, നിങ്ങളെ കൈയുമൊന്ന് തീയിൽ വെച്ചു നോക്കൂ. തീ ചതിക്കുമോ ഇല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. സുബ്ഹാനല്ലാഹ്. അതാ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ കൈ നീട്ടുകയാണ് തീയിലേക്ക്. ഈ മജൂസിക്ക് ധൈര്യമില്ല. അപ്പൊ മജൂസി പറഞ്ഞു, ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കും, അതിന്റെ മറുപടി പറഞ്ഞു തരുമോ, എങ്കിൽ ഞാൻ മുസ്ലിമാകും. അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, ചോദിച്ചോ. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചതെന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം, ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? മൂന്നാമത്തെ ചോദ്യം, മരിപ്പിക്കുന്നത് എന്തിനാണ്? നാലാമത്തെ ചോദ്യം, ജീവിപ്പിക്കുന്നത് എന്തിനാണ്? സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. 4 ചോദ്യമാണ് മജൂസി ചോദിക്കുന്നത്. അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ മറുപടി പറയാണ്, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാനാണ്. സുഹൃത്തേ, എന്നെ പഠിച്ചത് പ്രസംഗിക്കാനല്ല, നിങ്ങളെ പഠിച്ചത് പ്രസംഗിക്കാനല്ല. എന്നെയും നിങ്ങളെയും പഠിച്ചത് ബിസിനസ് നടത്താനും തൊഴിലെടുക്കാനുമല്ല. അതൊക്കെ ആവശ്യമാണ്. ബിസിനസ് വേണം, തൊഴിൽ വേണം, കൃഷി വേണം, പ്രസംഗം വേണം. പക്ഷെ അതൊക്കെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട വഴിയിലേ പറ്റൂ. എങ്ങനെയെങ്കിലും പ്രസംഗിച്ചുകൂടാ, എവിടെയെങ്കിലും പ്രസംഗിച്ചുകൂടാ. അതുപോലെ എന്തും പ്രസംഗിച്ചുകൂടാ, എന്ത് ബിസിനസ്സും നടത്തിക്കൂടാ, എന്ത് കൃഷിയും എങ്ങനെയും ചെയ്തുകൂടാ, ഏത് തൊഴിലും എടുത്തുകൂടാ. ഇസ്ലാമിന്റെ നിയമം പരിഗണിക്കണം. സുഹൃത്തുക്കളെ, കള്ള് കച്ചവടം പാടുണ്ടോ? വലിയ ലാഭം കിട്ടും, പക്ഷേ പറ്റൂല. പലിശ കച്ചവടം പറ്റുമോ? പറ്റൂല. ഇതുപോലെ തൊഴിലെടുക്കുമ്പോ ഹലാലല്ലാത്ത തൊഴില് പറ്റുമോ? അങ്ങനെ ഓരോ കാര്യവും അള്ളാഹ് പൊരുത്തപ്പെട്ടതേ പറ്റൂ. അത് മുസ്ലിമീങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഈമാനും നകന്നു പോകും, ഇസ്ലാമും നകന്നു പോകും. മഹാനവറുകൾ പറയുന്നു, പടച്ചത് പടച്ച റബ്ബിന് ഇബാദത്തെടുക്കാനാണ്. മരിപ്പിക്കാതെ ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവിനെ അറിയാനും അവന്റെ ഖുദ്റത്ത് അറിയാനുമാണ്.
മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി വെള്ളം കുടിക്കാൻ കഴിയാത്ത മുതലാളിമാരില്ലേ? ക്യാൻസറും ട്യൂമറും പിടിച്ച് കിടക്കുകയല്ലേ? അല്ലാ, ഞങ്ങളെ സർവ്വരോഗങ്ങൾ കാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഭക്ഷണം തരുന്നത് അല്ലാഹനെ അറിയാനാണ്, മരിപ്പിക്കുന്നതോ നിങ്ങളെ കഴിവുകേട് മനസ്സിലാക്കി തരാനാണ്. ആരും ഇവിടെ മരിച്ചു പോകുന്നവരാണ്, വീണ്ടും ജീവിപ്പിക്കുന്ന അല്ലാഹുവിന്റെ കഴിവ് ബോധ്യപ്പെടുത്താനാണ്. മറുപടി അങ്ങ് കിട്ടിയപ്പോ മജൂസി അതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞപ്പോ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങള് ഒരൊറ്റ അട്ടഹാസം ആ വലിയ ശബ്ദത്തോടെ ബോധം കെട്ടങ്ങ് വീണുപോയി. കുറെ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, എന്ത് പറ്റി ശൈഖേ? അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറയുന്നു, ഞാൻ ആ മജൂസി ഇസ്ലാം മതം സ്വീകരിച്ച് ബഹ്റാം ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ എന്റെ മനസ്സിലൊരു ചോദ്യം വന്നു. 70 കൊല്ലം അതാ തീനാരാധിച്ച് ജീവിച്ച ബഹ്റാം, അവനതാ ഷഹാദത്ത് കലിമ ചൊല്ലി അവന്റെ ആഖിബത്ത് നന്നാവുകയാണ്. 80 കൊല്ലം അല്ലാഹ് ഇബാദത്തെടുത്ത അഹ്മദ് ഇബ്നു ഹർബ്, നിങ്ങളെ ആഖിബത്ത് എന്താണെന്ന് പറയാനൊക്കുമോ? ഈ ചോദ്യം എന്റെ കൽബിലേക്ക് പൊങ്ങി വന്നപ്പോ എന്റെ ആഖിബത്തിന്റെ കാര്യം ആലോചിച്ച് ഞാൻ മറിഞ്ഞു വീണുപോയി. സുഹൃത്തുക്കളെ, ഔലിയാക്കളും ആരിഫീകളും സാലിഹീങ്ങളും ഒക്കെ അവരാഖിബത്തിന്റെ കാര്യം ഭയപ്പെടുകയാണ് കേട്ടോ. നമ്മൾ അഹങ്കാരികളായും ധിക്കാരികളായും തോന്നിവാസികളായും എല്ലാ വേണ്ടാത്തതും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും ഇന്നാലില്ലാ സർവ തെറ്റുകളുമായി ജീവിക്കുന്നതിന് പകരം വിളിക്കുന്ന സമയത്ത് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യണമെന്ന ബോധത്തോടെ തഖ്വയോടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. മഹാനായ താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ താജുൽ ഉലമയെയും അനുസ്മരിക്കുന്നു. ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് കൊടുത്ത വലിയ മഹാനാണ് ആ താജുൽ ഉലമ. മഹാനവറുകളെ സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് അവിടുത്തെ ഉറൂസിന് പോയപ്പോ മംഗലാപുരത്തെ വലിയ മുതലാളി കണച്ചൂർ മോനുഹാജി, കണച്ചൂർ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു വലിയ മെഡിക്കൽ കോളേജ് ഉണ്ട് അദ്ദേഹത്തിന്. വലിയ മരത്തിന്റെയും ഒരുപാട് വിഷയങ്ങൾ ബിസിനസ് നടത്തുന്ന മുതലാളിയാണ് അദ്ദേഹം. തങ്ങളുടെ ഉറൂസിന് വന്നിട്ട് അവിടുന്ന് പ്രസംഗിക്കുന്നത് സമയത്ത് ഞാൻ സ്റ്റേജിലുണ്ട്. അദ്ദേഹം പറയാണ്, തങ്ങളുടെ ഒരുപാട് കറാമത്ത് എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. മംഗലാപുരത്ത് ഹാർബറിന്റെ സമീപത്ത് വലിയ തീപിടുത്തമുണ്ടായി. 22 ഫയർ സർവീസ് വർക്ക് ചെയ്തിട്ടും തീ കെടുന്നില്ല. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഒട്ടാകെ കത്തിപ്പോയി. തങ്ങൾ പറഞ്ഞു, മോനു ഹാജി, നിങ്ങളുടെ മരം കത്തൂല, നിങ്ങളെ മരം കത്തൂല. കോടിക്കണക്കിന് രൂപന്റെ മരമുണ്ട്, കത്തൂല. പിന്നെയും തീയാടി പടർന്ന് കത്താണ്. തങ്ങളെ വിളിച്ചു, നിങ്ങളെ മരം കത്തൂല. അങ്ങനെ കത്തിപ്പോയി, ഫുള്ള് കത്തിപ്പോയി. നേരം വെളുത്ത് പത്രം വന്ന് നോക്കുമ്പോ പത്രത്തിൽ കണച്ചൂർ മോനുഹാജിയുടെ മരം കത്തിയിട്ടില്ല, ബാക്കി മുഴുവനും കത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോ മരത്തിന്റെ മുകളിലൊക്കെ കരിക്കട്ടുണ്ട്, പക്ഷെ മരം കത്തിയിട്ടില്ല. ഇത് അദ്ദേഹം അവിടുന്ന് പ്രസംഗിക്കാണ്. സുഹൃത്തുക്കളെ, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറാ, അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അവരൊരു കാര്യം ഉറപ്പിച്ചാണയിട്ടങ്ങ് പറഞ്ഞാൽ ലാ ബർറഹു, അല്ലാഹു തആല അതങ്ങ് നടപ്പാക്കും.
അങ്ങനെ ചില മഹാന്മാരുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവേ മഹാനായ താജുൽ ഉലമയെയും ഞങ്ങളെല്ലാ നേതാക്കളെയും ഞങ്ങളെയും ഞങ്ങളെ കൂടെ സഹകരിച്ചവരെയും പ്രവർത്തിച്ചവരെയും ഞങ്ങളോട് സഹായിച്ചവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാ മരിച്ചുപോയ മുഴുവൻ ആളുകളെ പേരിലും നമുക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. ഇവിടെ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ പള്ളിയോട് അനുബന്ധിച്ച് നമ്മളിപ്പോ ഈ പരിപാടി നടത്തുന്ന സ്ഥലം ഇത് മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷെ പൈസ കൊടുത്തിട്ടില്ല. ഒരു ചെറിയ സംഖ്യ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ ബർക്കത്ത് നൽകട്ടെ. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച് ഇവിടെ എത്തിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറായ പ്രവർത്തനം ധാരാളം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഖ്യ, ഒരു നിലക്ക് പറഞ്ഞാൽ വലിയ സംഖ്യ അദ്ദേഹം നേരത്തെ കൊടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 6.5 ലക്ഷം ഉറുപ്പിക ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വേണം, കച്ചവടം ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അതെല്ലാരും കൂടി അങ്ങ് കൊടുത്താൽ ഇൻഷാ അല്ലാഹ്, കൊടുത്ത ആൾക്കും കൂടി കൊടുക്കാം, കൊടുത്ത ആൾക്കും പിന്നെയും കൊടുക്കാലോ, അല്ലാഹു തആല പിന്നെയും കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരും കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്ഥലം അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥലമായി മാറും. ഖിയാമത്ത് നാൾ വരെ ആ സ്ഥലം, 7ാം ഭൂമി വരെ നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയുന്ന സ്ഥലമാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി സംസാരിക്കുന്ന ദിവസമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഭൂമി സംസാരിക്കും. അതെപ്പോ ഭൂമിയെ കുലുക്കപ്പെട്ടു, ഭൂമിയിൽ നാളുകളൊക്കെ എഴുന്നേറ്റ് വരുന്ന പടച്ചവന്റെ കോടതി, അവിടെ വെച്ച് ഭൂമി സംസാരിക്കും. തുഹദ്ദിസു അഖ്ബാറഹാ, അതിന്റെ വർത്തമാനങ്ങൾ ഭൂമി പറയും. അപ്പോൾ ഈ സാധുവായ ഞാൻ നിങ്ങളെ മുന്നിൽ ഈ ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങളിൽ ആര് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അതിൽ ഭാഗവാക്കായോ ഈ ഭൂമി സാക്ഷി പറയും. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരാണ് ഒരു തുടക്കം പറയാ? 1 ലക്ഷം, 1/2 ലക്ഷം, 25,000, 10,000, 5,000, അങ്ങനെ അതിന്റെ മേലെയും പറയാം. നമുക്ക് 6.5 ലക്ഷം ഉറുപ്പിക കിട്ടണം. ഒരു നല്ല നിയ്യത്തോടെ രഹസ്യമായിട്ട് കൊടുത്താലും പരസ്യമായിട്ട് കൊടുത്താലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. നിയ്യത്ത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം. വേറൊരാൾ അറിയലോ കേൾക്കലോ മനസ്സിലാക്കലോ ഒന്നും നമ്മളെ ഖൽബിൽ തോന്നിപ്പോകരുത്. അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞത്, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും കൊടുക്കുക പരസ്യമായിട്ടും കൊടുക്കുക. ഫലഹും അജ്റുഹും, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ ഔലിയാക്കളെ മർത്തബയാണ്. അവർക്ക് ഖൗഫുമില്ല, പേടിയില്ല, ദുഃഖവുമില്ല. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി കൊടുക്കുക. ആരാണ് ഒരു തുടക്കം പറയാ? നല്ല നിയ്യത്തോടുകൂടി സ്വർഗത്തിൽ സ്ഥലം കിട്ടണമെന്നുള്ള നിയ്യത്തിൽ, നല്ല നിയ്യത്തോടുകൂടി. എത്രയും പറയാം, എത്ര തോന്നുന്നില്ല. ഒരു നല്ല നിയ്യത്തോടുകൂടി ആരെങ്കിലും ഒരാൾ പറയട്ടെ. ആരാ പറയാ? എത്ര? 10,000 ഉറുപ്പിക. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒന്ന് എഴുതി വെക്ക്. അല്ലാഹുവേ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ സന്താന പരമ്പരകൾ ഈമാനും തഖ്വയും ഇൽമുമുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്കും ഒരു ഞെരുക്കവും പ്രയാസവും പട്ടിണിയും തന്നേക്കരുത് അല്ലാഹ്. ഇതിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും യാത്രകളിലും അധ്യാപനങ്ങളിലും ജീവിതത്തിന്റെ സർവ്വരംഗത്തും ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശർറുകളൊക്കെ നീ തടുക്കണേ അല്ലാഹ്. പിന്നാരാ? കുറച്ചാളുകൾ ഇങ്ങനെ പറയട്ടെ. ഒരാള് 10 പറഞ്ഞു, അതുപോലെ 10 മേലെയും ജോഡിയൊക്കെ പറയാം. ഒന്ന് വേഗം പറയും, നല്ല നീയത്തോടെ പറയും. ഞാൻ തിരുവനന്തപുരം കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് രാവിലെ കോഴിക്കോട്ട് ഇറങ്ങി. എന്നിട്ട് പിന്നെ മർക്കസ് പോയി. അവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, മീറ്റിംഗിന്റെ ഇടയിൽ പിന്നെ പോയി ഇങ്ങനെ കണ്ണൂരൊക്കെ പോയി വളരെ ക്ഷീണിച്ച് വരികയാണ്. ഇനി ആരാ ഉള്ളൂ? ഒന്ന് വേഗം പറയും, സമയം പോകാൻ കഴിയില്ല. ആരാണ് നല്ല നീയത്തോടെ പറയാം? നല്ല നീയത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി. ഞാൻ ആരോടും നിങ്ങൾ ഇത്ര കൊടുക്കണം അങ്ങനെ പറയുന്ന പതിവില്ല. ഞാൻ വിഷയം പറയൽ മാത്രമേ എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പൊ നല്ല നീയത്തോടെ പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. ആരാ? സലീം. അൽഹംദുലില്ലാഹ്. എവിടെ സലീം? അള്ളാഹു ബർക്കത്തിട്ട്. എത്ര? 10,000 രൂപ. അള്ളാഹു തആല സലീമിനും നമുക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. സർവ്വ മുസീബത്തുകളിലും രോഗങ്ങളിൽ നിന്നും അവർക്കും നമുക്കും കുടുംബങ്ങൾക്കും മരണം വരെ അള്ളാഹു തആല കാവൽ നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കട്ടെ. പിന്നാരാ? ഒന്ന് വേഗം പറയും, സമയം പോക്കരുത്. വളരെ പെട്ടെന്ന്
ആരാണൊന്ന് നല്ല നിയത്തോടുകൂടി എത്രയും പറയാലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എത്ര? 5000 റുപ്യ. പേരൊന്ന് എഴുതിയെടുക്കുക. ആരാ എഴുതിയെടുക്കുന്നത്? പേര് എഴുതിയെടുക്കുക. പിന്നെ 5000. എന്താ പേര്? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പേര് എഴുതിയെടുത്തോളൂ. അവിടെ പേര് എഴുതിയെടുത്തോളൂ. നമുക്ക് പേര് പറയലൊന്നും ലക്ഷ്യമല്ല. നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം. അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് അതിന്റെ ഫലം. പിന്നാരാണ് നല്ല നിയത്തോടുകൂടി പറയും. പിന്നാരാണ് നല്ല നിയത്ത് കൊടുക്കുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ്. നമുക്ക് തരേണ്ടതും അള്ളാഹുവാണ്. സർവ്വ മുസീബത്തും തടുക്കേണ്ടതും അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞു. പിന്നാരുള്ളത് അള്ളാഹു കബൂൽ ചെയ്യണം എന്ന നിയത്തോടുകൂടി, നല്ല നിയത്തോടുകൂടി. നീരാ അൽഹംദുലില്ലാഹ് 5000 റുപ്യ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പേര് എഴുതിയെടുത്തോളി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ സ്ഥലം തരണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. ഈ പാവപ്പെട്ട എനിക്ക് പറഞ്ഞാൽ ഭയപ്പെട്ടു പോകുന്ന കടങ്ങൾ സിറാജുൽ ഹുദയുടെ സ്ഥലം വാങ്ങിയ വകയിലുണ്ട്. എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനെ. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തതൊക്കെ പൂർത്തീകരിക്കാൻ നീ തന്നെ വഴി തുറക്കണേ റഹ്മാനെ. പിന്നെ ആരാ ഉള്ളതെന്ന് പറയും. 5000 റുപ്യ. അൽഹംദുലില്ലാഹ്. അവിടെ എഴുതിക്കൊള്ളി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു 2 മിനിറ്റ്. ഞാൻ കുറെ നേരമായില്ല നിൽക്കുന്ന. കുറച്ച് സമയം വയസ്സുള്ള ആളുകൾ ബുദ്ധിമുട്ടുള്ളവരുടെ ഇരുന്നോളി. ചെറുപ്പക്കാരൊക്കെ അവിടെ വന്നാൽ മതി. പിന്നെ ആരെങ്കിലും ഉണ്ടേ വേം പറയും. അൽഹംദുലില്ലാഹ്. അങ്ങ് അവിടുന്ന് പറയുന്ന ഒരാള് 5000 റുപ്യ. അതാ ബേക്കോട്ട് നോക്കും. ഒന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോരുത്തരെല്ലാം പറയും. അവിടെ ഉള്ളവരെല്ലാം പറയും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കണം. 5000, 10,000, 25,000, 50,000, 1 ലക്ഷം, അങ്ങനെ എല്ലാവരും പങ്കെടുക്കണം. അതിലിടക്ക് നമ്മൾ ഫാത്തിഹ ഓതാ. എല്ലാവരും ഇരുന്നോളി. ഫാത്തിഹ ഓതാ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയും നടത്താം. അതിലിടക്ക് എല്ലാവരും പറയണം ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. الفاتحة. إذا قلت تعالى من ستاند. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വേണ്ട, സ്റ്റാൻഡൊന്നും വേണ്ട, നമുക്ക് പൈസ വേണ്ടി. ഇനി ആരാള് ഈ സ്ഥലത്തിന്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിനാ ചോദിച്ചത്. ഇനി ആരാള് കൊടുക്കാൻ? അൽഹംദുലില്ലാഹ്. ആരൊക്കെയാ പറഞ്ഞേ? കുറെ ആൾ പിന്നെയും പറഞ്ഞു. വേ നോക്ക്, സമയം വളരെ വില പിടിച്ചാണ്. ആര് പറയുന്നവർക്ക് വേം പറയും. ഒരു 10,000, 5,000 അങ്ങനെ ഓരോരുത്തർ കൊണ്ട് കഴിയുമ്പോൾ അങ്ങനത്തെ വലിയ മുതലാളിമാരുള്ള സ്ഥലമില്ലാന്ന് എനിക്കറിയാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. വിദേശത്തും നാട്ടിലൊക്കെ ബിസിനസ് പരമായ ഒരുപാട്, അത് അവിടെ പറഞ്ഞ ഒരാള്, ബിസിനസ് പരമായ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. നിന്റെ ദീനിനെ സഹായിക്കുന്ന ഏത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ടോ അവർക്കൊന്നും അവരുടെ ഒരു ബിസിനസ്സിലും ഒരു തൊഴിലിലും വിദേശത്തും നാട്ടിലും ഒരു പ്രശ്നവും കൊടുത്ത് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാഹ്. സ്ത്രീകളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. സ്ത്രീകളും പറയും സംഭാവന. സ്ത്രീകളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട, നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. ഇനി ആരാളോ ഒന്ന് വേം പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പിന്നാരാ? 10,000, 5,000 കഴിയുന്നവരല്ലാത്തൊരു 3,000, 2,500, 2,000 അങ്ങനെയും തന്നൂടെ? ഓരോരുത്തർ കഴിവനുസരിച്ചൊക്കെ തന്നൂടെ? എല്ലാവരും ഒന്ന് പങ്കെടുത്താല് നല്ലതല്ലേ? അതിനെ ആരും കൊണ്ടേ പറയും. ഓരോരുത്തർ കഴിവനുസരിച്ച് പറയും. ഇത്രയും പറയാം. ഓരോരുത്തർ കഴിവനുസരിച്ച്. അതാ ഓരോരുത്തർ പറയാൻ നോക്കുന്നത്. അല്ലാഹ്
മക്കളില്ലാത്തൊരു സ്ത്രീ, സ്വർണത്തിന്റെ മോതിരം അല്ലേ? അള്ളാഹുവെ ആ സ്ത്രീക്ക് നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആ സ്ത്രീയുടെ ഭർത്താവ് ഇവിടെ നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിലും നിന്നെ കാണാൻ പറയാം, ഞാനൊരു ദിക്ർ കൊടുക്കാം. എത്രയോ ആളുകൾക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല മക്കളെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും ഒരാൾക്ക് ദിക്ർ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്കൊക്കെ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. 20 കൊല്ലം 18 കൊല്ലം ഒക്കെ മക്കളെ ഇല്ലാതെ വിഷമിച്ച ആളുകൾക്ക് അല്ലാഹു തആല മക്കളെ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് 1 ലക്ഷം റുപ്യ നേർച്ചയാക്കി അബ്ദുറഹീം ഹാജി അബുദാബിന്നാണ് എന്നോട് ദിക്ർ വാങ്ങിയത്. അൽഹംദുലില്ലാഹ് ഇവർ 2 കുട്ടികളുണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല മക്കളില്ലാത്ത എല്ലാവർക്കും ഖൈറായ മക്കളെ കൊടുക്കട്ടെ അല്ലാഹുവേ. ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കുജാബത്തുൽ മജ്ലിസ് ആക്കണം റഹ്മാനെ. പിന്നെ ആരാള് പറഞ്ഞ വീരാങ്കോയ 5000. പിന്നെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ യാസീൻ 3000. പിന്നെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാണ്? അങ്ങനെ നിങ്ങൾ പോന്നോ വേഗം 2000 3000 ഒക്കെ പലരും പറയും. എല്ലാം പോയിട്ട് എഴുതിയെടുക്കണം. 3000 അസാലിയാജി 3000. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എത്രയോ പ്രവർത്തിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തവരാണ്. അല്ലാഹു തആല അവർക്കും നമുക്കും കുടുംബത്തിനും എല്ലാ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തി തരട്ടെ. ആഫിയത്ത് കൊണ്ട് അല്ലാഹു അവരെയും കുടുംബങ്ങളെയും നമ്മളെയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പിന്നെ ആരാവേം പറയും നല്ല നിയത്തോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് പറയണം. ഇനി ആരെങ്കിലും ഉണ്ടേ വേം പറയും നല്ല നിയത്തോടെ. ഒന്ന് മുതുകൂടി ഒരാൾ കൂടി ഇങ്ങനെ നടന്നാലേ സ്ത്രീകളുടെ അടുത്ത് കുട്ടികൾ പറഞ്ഞു വെച്ചോ. നബിയെ നോക്കി ഒരു 3 സലാത്തിലിട്ട് നമുക്ക് ദ്വാരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. നമ്മുടെ ഷഫീഖ് ഒരു 50,000 റുപ്യ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഖൈറും ബർക്കത്തും കുടുംബത്തിലും ശരീരത്തിലും ചിന്തയിലും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. ഏത് ബിസിനസ് നടത്തുമ്പോഴും സിറാജുൽ ഹുദയിലേക്ക് ഒന്ന് നേർച്ചയാക്കിയിട്ടാണ് അദ്ദേഹം നടത്താറ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് ഇങ്ങനെ സംഭാവനയും നേർച്ച തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതും വിദേശത്ത് നിന്ന് അദ്ദേഹമാണ്. പിന്നീടാണ് ഇവിടുത്തെ പ്രവർത്തകർ ബന്ധപ്പെട്ടത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ വർദ്ധിപ്പിക്കണം റഹ്മാനെ. പിന്നെ ആരാ ഉള്ളത്? അല്ലാഹുവേ അവരിൽ ഞങ്ങൾ നിന്നൊക്കെ മരിച്ചുപോയവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേം പറയും ദ്വാരക്കാൻ പോകാൻ. എല്ലാവരും ഇപ്പൊ ഒരാൾ 2000 റുപ്യ കൈ കൊണ്ടെത്തുന്നു. അതുപോലെ കയ്യിൽ പലരും പറയാത്ത 2000-ന്റെ നോട്ട് കൈ തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബാപ്പാന്റെ പേരിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 5000 റുപ്യ ഇപ്പൊ തന്നെ നേരത്തെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ല, ബാപ്പാന്റെ പേര് അല്ലാഹു തആല ബാപ്പാന്റെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ എല്ലാവരും കൊണ്ട് കൊണ്ടുവന്നാലേ 5000 ഒരാൾ കൊണ്ടുതന്നു, 2000 നേരത്തൊരാണ്, ഇപ്പൊ ഒരാൾ 2000 കൊണ്ടുതന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള 2000 ഇല്ലാത്തവർക്ക് 500-ന്റെ 4 നോട്ട് എടുത്താലും മതി. പിന്നെ ഇല്ലെങ്കിൽ കഴിവനുസരിച്ച് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരും എഴുന്നേറ്റിക്കുക. എന്റെ നമ്മൾ എല്ലാവരും ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റില്ല അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ പരിപാടിക്ക് ഉണ്ടാവുന്ന നല്ല ചെലവ് എല്ലാവരും സംഭാവന കൊടുക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഗർഭിണികൾക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ഖൈറായ മക്കൾ അല്ലാഹു തആല കൊടുക്കട്ടെ. അദർസിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുവാരക്ക ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 3000 റുപ്യ എഴുതിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നെടുമങ്ങോട് മജീദ് ഓൺലൈനില്ല ഫോണിൽ പറഞ്ഞാണ് അല്ലേ? എത്ര? 10,000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇത് സിറാജിലേക്ക് നേരത്തെ പൈസ എല്ലാവരും പാറപ്പുറത്ത് ഹസീസ് എത്ര? 2000 റുപ്യ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും ഒന്നിച്ചു വരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ ഒരു സ്ത്രീ 2000 റുപ്യ. അല്ലാഹു ആ ഭർത്താവിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഭർത്താവിനെയും ഭാര്യയെയും കുടുംബങ്ങളെയൊക്കെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഒരു ആമിന എന്നൊരു സ്ത്രീ 1000 റുപ്യ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ.
ഒന്ന് വേഗം എല്ലാവരും അവരെ കൊണ്ട് കഴിയും പോലെ സ്ത്രീകൾക്കും ബക്കറ്റ് കൊടുത്തേക്കണം. സ്ത്രീകൾ സ്വർണ്ണമെല്ലാം കൊടുത്തേക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടികളില്ലാത്തവർ പോകും എന്നെ കണ്ടാൽ ഇൻഷാ അല്ലാഹ് ദിക്ർ തരും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സംഭാവന തരണം. നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹുവാണ് ഉത്തരം ചെയ്യേണ്ടത്. ആരാണ് നമ്മുടെ അടുത്ത് ഇജാബത്തോട് വരുന്നത് നമുക്കറിയില്ല. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. സിറാജുൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും സംഭാവന വാഗ്ദത്തം ചെയ്തതും കൊടുത്തതും കൊടുക്കുന്നതും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ. ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു പ്രവർത്തനത്തിലും ഞങ്ങളെ നീ ചെന്ന് ചാടിക്കരുതേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാ. അല്ലാഹു, ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ സഹകരിച്ചവർ, റബ്ബേത് പ്രയാസങ്ങളുമുള്ളപ്പോൾ പിടിച്ചു നിന്നവർ ആരുണ്ടോ അവർക്കോ ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, സിഹ്ർ ചെയ്യുന്ന സാഹിരീങ്ങളെ സംബന്ധിച്ച്. അതേ, നിന്റെ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ഓർഡർ ഇല്ലാതെ നിന്റെ ഉദ്ദേശമില്ലാതെ ഒരു സാഹിറിനും ഒരു സിഹിർ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ ഖദർ അനുസരിച്ച് മാത്രമേ എന്തും നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവേ, ഖുർആനിലെ ഈ മഹത്തായ വചനത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആർക്കെന്ത് സിഹിർ ചെയ്തിട്ടുണ്ടോ നീ ബാത്തിലാക്കണേ റഹ്മാനേ. ആർക്കെന്ത് കണ്ണേറുണ്ടോ നീ തടുക്കണേ റഹ്മാനേ. ആർക്കെന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിലൂടെ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഞങ്ങളെ സർവ മക്കളെയും സന്താന പരമ്പരകളെയും നീ പൊരുത്തപ്പെട്ടവരാക്കണം റഹ്മാനേ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണം റഹ്മാനേ. തൊഴിലില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണം റഹ്മാനേ. ബിസിനസ്സുകളിലോ ജോലികളിലോ കൃഷികളിലോ പഠനങ്ങളിലോ അധ്യാപനങ്ങളിലോ ജീവിതത്തിന്റെ ഏത് വിഷയത്തിൽ എന്ത് പ്രയാസമുണ്ടോ നീ നീക്കിക്കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ
ആഫിയത്തോടെ സലാമത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. ഇവിടെ സംഭാവനകൾ നൽകിയവരും വാഗ്ദത്തം ചെയ്തവരുമുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ അധ്വാനിച്ച പ്രവർത്തകന്മാരുണ്ട്. ഈ പരിപാടി ഉദ്ദേശിച്ച് മാത്രം വിദേശത്തു നിന്ന് വന്ന പ്രിയപ്പെട്ട ഷഫീഖ് അടക്കം എല്ലാവർക്കും നീ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളിലും ആയുസ്സിലും കുടുംബത്തിലും സന്താനങ്ങളിലും എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ്വ ശർറുകളും നഷ്ടങ്ങളും നീ തടുക്കണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിലും അതുപോലെ നാട്ടിലും പാസ്പോർട്ടിന്റെയും വിസയുടെയും തനാസുലിന്റെയും റിലീസിന്റെയും ലൈസൻസിന്റെയും ഏത് പ്രയാസങ്ങളുള്ളവരുണ്ടോ അല്ലാഹുവേ, പാസ്പോർട്ട് കൊടുക്കാതെ മുതലാളിമാരും അതുപോലെ ചില മേലുദ്യോഗസ്ഥന്മാരും ബുദ്ധിമുട്ടിച്ചിട്ട് സങ്കടം പറഞ്ഞവരുണ്ട്. അങ്ങനെ ഏത് പ്രയാസമുള്ളവരുണ്ടോ സർവ പ്രയാസങ്ങളും നീ ഗൗസുൽ ആദം തങ്ങളെ ബർക്കത്തുകൊണ്ട് സാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് നീക്കം ചെയ്യണേ റഹ്മാനേ. ഞങ്ങള് നിന്റെ ദീൻ അത് ഹക്കായ നിനക്ക് പഠിച്ച് പറയാൻ ഒരുങ്ങുന്നത് കൊണ്ട് ഞങ്ങളെ കൊടുക്കാനോ ഞങ്ങൾക്ക് പ്രയാസം വരുത്താനോ ശ്രമിക്കുന്ന ആരെവിടെയുണ്ടോ, ഞങ്ങളെ കൂടെ ദീനീ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ ആക്രമിക്കുന്നവരാരുണ്ടോ അവരുടെ എല്ലാം മനസ്സുകൾ നന്നാക്കണേ റഹ്മാനേ. അവരെ മനസ്സും ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ച പലരും അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. ഇവിടെ മരിച്ചവരുടെ പേരിൽ സദഖ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഗൗസുൽ ആദം മുതൽ ഏത് മഹാന്മാര് താജുൽ ഉലമ നൂറുൽ ഉലമ വരെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഏത് ആലിമീങ്ങളുണ്ടോ, സയ്യിദന്മാരുണ്ടോ, മുഅ്മിനീങ്ങളുണ്ടോ, സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, കുടുംബങ്ങൾ നാരി മരിച്ചവരുണ്ടോ, മുഴുവൻ ആളുകളെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനേ. അല്ലാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനേ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ആരെന്ത് ബിസിനസ് തുടങ്ങിയവരുണ്ടോ, തുടങ്ങുന്നതുണ്ടോ, നീ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ റഹ്മാനേ. പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടതുണ്ട്, വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, നീ അത് എളുപ്പമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുണ്ട്, നീ കടങ്ങൾ വീട്ടി തരണം റഹ്മാനേ. കടത്തോടെ കടപ്പാട് വീട്ടാതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കരുതേ റഹ്മാനേ. നിന്റെ ദീനിന് വേണ്ടി ഈ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിച്ചപ്പോൾ ആര് സംഭാവന ഇപ്പോൾ പറഞ്ഞുവോ, കൊടുത്തുവോ, കൊടുക്കുന്നുവോ, ഇനി പറയുന്നുവോ, ഇനിയുള്ള ദിവസങ്ങളിൽ ആര് സംഭാവന പറയുന്നുവോ, നൽകുന്നുവോ, അതെല്ലാം നീ ഖബൂൽ ചെയ്ത് ഞങ്ങൾക്ക് ഗുണകരമായി ഈ ഭൂമിയെ നീ സാക്ഷിയാക്കണേ റഹ്മാനേ. ഞങ്ങൾക്കതിന് പകരം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ചെറിയ ഇടം നിന്റെ മഹ്വായ ഫദ്ല് കൊണ്ട് നൽകണേ റഹ്മാനേ. ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും നൽകുന്നവർ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും സദഖയും ചെയ്തവര് ചെയ്യുന്നവർ, അവരൊക്കെ അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാം കേന്ദ്രമായ മർക്കസിന്റെ റൂബി ജൂബിലി നടക്കുന്നു. അല്ലാഹുവേ, അത് നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ പോറ്റി വളർത്തി പഠിപ്പിച്ച മഹാനായ സുൽത്താൻ